വീടില്ലാത്തവർ തന്നെ ഇവർ കണക്കാക്കിയിരിക്കുന്ന 5,95,000 പേരിൽ ഇനിയും 1,50,000 പേർക്ക് വീട് കൊടുക്കാനുണ്ട്. 10 കൊല്ലം കൊണ്ട് ഇവരാകെ പണിതത് 4,60,000 വീടാണ്. ലൈഫ് മിഷനിൽ പണിതത് ആകെ പണിതത്. കേരളം നേടിയ ഒരു ചരിത്ര നേട്ടത്തെ ആക്ഷേപിക്കാനാണ് ഒരു പ്രതിപക്ഷ നേതാവ് 10 കൊല്ലം കൊണ്ട് 4,60,000 വീട് മാത്രം പണിതവരെന്ന പുച്ഛവും പരിഹാസവും കലർത്തി പറയുന്നത്. പണി നടക്കുന്നവ കൂടി കണക്കിലെടുത്താൽ 5.5 ലക്ഷം വീടുകൾ എന്നത് ചെറിയ കണക്കാണോ? അതായത് വർഷം 60,000-ലധികം വീടുകൾ, മാസം 600ഓളം, ദിവസം 30ഓളം വീടുകൾ. ഒരു കുടുംബത്തിൽ ശരാശരി 4 അംഗങ്ങളെന്ന് കണക്കാക്കിയാൽ എത്ര ലക്ഷം മനുഷ്യർക്കാണ് തലചായ്ക്കാൻ ഈ സർക്കാർ ഒരിടമൊരുക്കിയത്? 2011 മുതൽ 16 വരെ 4,000 വീടുകൾ പോലും ഈ നാട്ടിൽ പണിത് കൊടുത്തിട്ടില്ലാത്ത കൂട്ടർക്ക് ഒരൊളുപ്പമില്ലാതെ എങ്ങനെയാണ് ഒരു ജനതയാകെ ആക്ഷേപിക്കാനാകുന്നത്? ഇനി ഒരു 5 കൊല്ലം പ്രതിപക്ഷത്തിരുന്നാൽ കോൺഗ്രസ് തന്നെ ഉണ്ടാകുമോ എന്ന വിഭ്രാന്തിയാണ് സതീശനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിക്കുന്നതെങ്കിലും പറയുന്നതിന് മുൻപ് KPCCയും യൂത്ത് കോൺഗ്രസും പ്രഖ്യാപിച്ച വീടുകൾ എവിടെയെന്നെങ്കിലും പറയണ്ടേ VD സതീശൻ? പാവങ്ങളുടെ കണ്ണീരിന് വില പറഞ്ഞ് പിരിച്ച പണം മുക്കി അതിന്റെ പേരിൽ പരസ്പരം തമ്മിൽ തല്ലുന്നവർക്ക് അതിദരിദ്രരില്ലാത്ത കേരളം എന്നൊക്കെ കേൾക്കുമ്പോൾ പൊള്ളുന്നുണ്ടല്ലേ? കേരളം ലോകത്തെ 2ാമത്തെ മാത്രം അതിദാരിദ്ര്യമുക്ത പ്രദേശമാകുമ്പോൾ സർക്കാരിനോടൊപ്പം UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചില്ലേ? പ്രഖ്യാപനം തട്ടിപ്പാണെങ്കിൽ ആ തട്ടിപ്പിനപ്പോൾ നിങ്ങളും കൂട്ടുനിന്നോ? അധികാരത്തിലിരിക്കുമ്പോൾ സ്വന്തം കീശ നിറയ്ക്കുന്നതിനപ്പുറം പാവപ്പെട്ട മനുഷ്യനെ കൂടി ചേർത്ത് നിർത്തണം. അപ്പോൾ ഇത്തരം നെറികെട്ട രാഷ്ട്രീയം പറയേണ്ടി വരില്ല. സർക്കാർ പദ്ധതികളെ ആകെ ആക്ഷേപിക്കുന്നു, പെൻഷനെ ആക്ഷേപിക്കുന്നു, പാവപ്പെട്ട ജനവിഭാഗങ്ങളെ ആക്ഷേപിക്കുന്നു, ആദിവാസി ജനതയെ ആക്ഷേപിക്കുന്നു. ഒരു പ്രതിപക്ഷ നേതാവ് എത്തിച്ചേർന്നിരിക്കുന്ന ദാരുണമായ മനോനിലയാണ്. പഠിച്ചു മാത്രം പറയുന്ന പ്രതിപക്ഷ നേതാവേ, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ഇനി ചർച്ചയിൽ അതിഥികളായി ചേരുന്നവർ അഡ്വക്കേറ്റ് K. അനിൽകുമാർ CPIM-ൽ നിന്നും, അഡ്വക്കേറ്റ് വസന്ത് സിറിയക് കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് N. ലാൽകുമാർ ഇടത് സഹയാത്രികൻ എന്നിവരാണ്. ആദ്യം ഞാൻ വസന്തിലേക്ക് പോകുകയാണ്. വസന്ത്, അതിദാരിദ്ര്യമുക്ത കേരളം എന്നുള്ള പ്രഖ്യാപനത്തിന് പിന്നാലെ വലിയ ചർച്ചകൾ സ്വാഭാവികമായും ആ വിഷയത്തിൽ ഊന്നി നടക്കുകയാണ്. നോക്കൂ, അതിദരിദ്രരില്ലാത്ത കേരളം എന്നത് വമ്പൻ തട്ടിപ്പാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുകയാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസും മുസ്ലിം ലീഗും UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ കൂടി ഈ വലിയ ബൃഹത് പദ്ധതിയുടെ ഭാഗമായി വരുന്നുണ്ട്. കണ്ടെത്തിയ പട്ടിക ഏറ്റവും അവസാനം സോർട്ട് ചെയ്തെത്തുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുൻപിലാണ്. അപ്പോൾ അതിദരിദ്രരില്ലാത്ത കേരളം എന്ന സർക്കാരിന്റെ പദ്ധതി തട്ടിപ്പാണെങ്കിൽ UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളും ആ തട്ടിപ്പിന് കൂട്ടുനിന്നോ? അല്ല, ഒന്ന്, അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ യാതൊന്നുമേ നടന്നില്ല എന്ന് UDF പറഞ്ഞിട്ടില്ല. ആ പദ്ധതി R. ശങ്കറിന്റെ ഗവൺമെന്റ് തൊട്ട് ഇതാ അച്യുതാനന്ദൻ ഗവൺമെന്റുകൾ വഴി പിന്നീട് വന്ന എല്ലാ ഗവൺമെന്റുകൾക്കും പങ്കുള്ള ഒരു ബൃഹത്തായ പദ്ധതിയാണ്. അല്ലെങ്കിൽ അത് പേരിട്ട് വിളിച്ചിരുന്നില്ല എന്ന് മാത്രമാണ്. കേരളത്തിന്റെ ഒരു പൊതു ബോധത്തിന്റെയും വികസന സങ്കല്പത്തിന്റെയും ഭാഗമാണ്. എന്നാൽ നമ്മൾ ആ റീച്ചിങ് പോയിന്റിൽ എത്തിയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആരോപണം. കാരണം ഈ പദ്ധതി പ്രഖ്യാപനത്തിന്റെ ദിവസം തന്നെ മറ്റുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഇന്നും ഫ്ലെക്സിന്റെ കൂരയുടെ മറവിൽ മാത്രം താമസിക്കുന്ന കേരളീയരെ ഏറെ ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങേക്ക് വാട്സപ്പിൽ ആ വീഡിയോകൾ അയച്ചു തരാം. ഇനി ഇല്ലെങ്കിൽ എന്റെ നാട്ടിലേക്ക് നിങ്ങൾ ക്യാമറ വിട്ടു തരികയാണെങ്കിൽ വരും ദിവസം ഞാൻ ആ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണ്. എന്റെ നാട്ടിൽ തന്നെ കോട്ടയത്ത് തന്നെ എത്രയോ വീടുകളില്ലാത്തവരെ, സാധാരണക്കാർ തെരുവ് വക്കിൽ കടന്നുറങ്ങുന്നവരെ കാണിച്ചു തരാൻ പറ്റും. അങ്ങനെ തെരുവ് വക്കിൽ മെട്രോ പില്ലറിന്റെ കീഴിൽ തെരുവ് വിളക്കിന്റെ ലൈറ്റിന്റെ അടിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇലക്ഷൻ ഉപയോഗിക്കുന്ന ഫ്ലെക്സുകളുടെ മറവിൽ സ്വന്തം പ്രായപൂർത്തിയായ പെൺമക്കൾ അഭിമാനവും ചേർത്തു പിടിച്ചുറങ്ങേണ്ടി വരുന്ന അപ്പന്മാരുള്ളപ്പോൾ സ്വന്തം മക്കൾക്ക് നാളെ എന്ത് കൊടുക്കും, അരിയുടെ കൂടെ ഉപ്പല്ലാതെ മറ്റെന്ത് ചേർത്ത് പാചകം ചെയ്യുമെന്ന് ചിന്തിക്കേണ്ടി വരുന്ന അമ്മമാരുള്ളപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിദരിദ്ര വിമുക്തമായി എന്ന് പറയുക? അപ്പോ ഒന്നാമത്തെ ചോദ്യം, എന്താണ് സർക്കാരിന്റെ മാനദണ്ഡം? അതിദരിദ്രർ എന്ന് പറയുന്നത് വീടില്ലാത്തവരും നാളെ എന്താണ് കഴിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരും അത്തരത്തിൽ ആശങ്കപ്പെടുന്നവരും ആണെങ്കിൽ അങ്ങനെയുള്ളവർ ഇപ്പോഴും ഈ നാട്ടിലുണ്ട്. അവരെ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. നിങ്ങൾ ക്യാമറ വിട്ടു തന്നാൽ മതി. 2, സർക്കാരിന്റെ മാനദണ്ഡം കണ്ടെത്തി
നടത്തിയതും സർവേ നടത്തിയതും സർക്കാർ തന്നെയാണ്. ഒരു എക്സ്റ്റേണൽ ഏജൻസിക്ക് അതിൽ പങ്കില്ല. അപ്പോ AIYF കാർഡ് പ്രകാരം ഇപ്പോഴും അരി മേടിക്കുന്നവർ, അതായത് കേന്ദ്രത്തിന്റെ നീതി ആയോഗിന്റെ ബേസിസിൽ, നീതി ആയോഗിന്റെ സർവേയുടെ ബേസിസിൽ ഇപ്പോഴും അതിദരിദ്രർക്കുള്ള അരി മേടിക്കുന്നവർക്ക് വരും ദിവസങ്ങളിൽ ആ അരി ലഭ്യമാകുമോ? അങ്ങനെ അവർക്ക് ആ അരി ലഭ്യമായാൽ ഇപ്പോഴും ഈ കേരളത്തിൽ അതിദരിദ്രരുണ്ടല്ലോ. അപ്പൊ അതിദരിദ്രരില്ലെങ്കിൽ ആ അരി വേണ്ട എന്ന് കേന്ദ്രത്തോട് കേരളം പറയേണ്ടതായി വരും. ഇനി പറഞ്ഞില്ലെങ്കിലും അവർ ആ പണി ചെയ്യും. നമ്മുടെ കഞ്ഞി മുട്ടിക്കുക എന്നുള്ളതാണല്ലോ അവരുടെ മെയിൻ പരിപാടി. അതുകൊണ്ട് സ്വാഭാവികമായും അവർ ആ പണി ചെയ്യും. അതുകൊണ്ട് സർക്കാർ നടത്തിയ PR എക്സസൈസിന്റെ ഫലമായി ഉണ്ടാകാൻ പോകുന്നത് കുറേയേറെ പാവപ്പെട്ടവർക്ക്, അതിദരിദ്രരായവർക്ക് ആ പേരിൽ കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ, കേന്ദ്രാനുകൂല്യങ്ങൾ ഇല്ലാതാകും എന്നുള്ളതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്യാം. ഇപ്പോ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു, ഒരുപാട് വീടുകൾ വെച്ചു. ആ വീടുകൾ വെക്കാൻ വേണ്ടിയാണ്, അതിദരിദ്രർക്ക് വീടുകൾ വെക്കാൻ വേണ്ടി സർക്കാരിന് ഒരു സ്പെഷ്യൽ ഫണ്ട് ഉണ്ട്. ആ ഫണ്ടിൽ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന 66.2 കോടി രൂപയാണ്. തെറ്റുണ്ടെങ്കിൽ അങ്ങേക്ക് ക്ലിയർ ചെയ്യാം. സംതിങ് ലൈക്ക് ദാറ്റ് ആണ്. ആ ഫണ്ടിൽ നിന്ന് 1.5 കോടി രൂപ മാറ്റിയാണ് നിങ്ങൾ എന്ത് അതിദരിദ്രരുടെ പരിപാടി സംഘടിപ്പിച്ചത്. മമ്മൂട്ടി അടക്കം വന്ന്, കൈരളിയുടെ ചെയർമാനായിട്ടുള്ള മമ്മൂട്ടി അടക്കം വന്ന് അവിടെ ഇരുന്ന് സർക്കാരിനെ പ്രകീർത്തിച്ചു പോയ സ്റ്റേജും ആ സ്റ്റേജിൽ ഒരുക്കിയ എല്ലാ സംഘടനകൾക്കും, എല്ലാ സംഘാടനത്തിനും വേണ്ടി നിങ്ങൾ മുടക്കിയ 1.5 കോടി രൂപ, ആ 1.5 കോടി രൂപ ഈ അതിദരിദ്രരുടെ വീട് വെച്ചു കൊടുക്കാനുള്ള ഫണ്ടിൽ നിന്നാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അതിദരിദ്രരില്ല, അതുകൊണ്ട് ഇനി വീട് വെച്ചു കൊടുക്കേണ്ടതില്ലല്ലോ. സംശയത്തിന് സ്വാഭാവികമായും സർക്കാർ പ്രതിനിധികൾ മറുപടി പറയണം. ഞാൻ അവരിലേക്ക് വരുന്നുണ്ട്. അതിന് മുൻപ് എനിക്കുള്ളൊരു സംശയം വസന്ത്, ഇപ്പോൾ വസന്ത് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഉൾപ്പെടെ, അതായത് ഒരു അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തിലേക്ക് കേരളം പോകുന്നു, അതിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് പ്രതിപക്ഷവും വസന്ത് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം എപ്പോഴാണ് അറിഞ്ഞത്? സർക്കാർ പ്രഖ്യാപിക്കുമ്പോഴാണ്. സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അത് എപ്പോഴാണ്? അതായത് അതിദാരിദ്ര്യമുക്തമായി എന്ന് പ്രഖ്യാപിക്കുമ്പോഴാണ് പറഞ്ഞത്? സ്വാഭാവികമായും അതിദാരിദ്ര്യ മുക്തത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ പരിപാടി നടക്കുന്നത്, PR എക്സസൈസ് നടക്കുന്നത്. ഞങ്ങൾ അതിനെ PR എക്സസൈസ് ആയിട്ടാണ് കാണുന്നത്. ഇലക്ഷൻ അജണ്ട ആയിട്ടാണ് കാണുന്നത്. ആ ഇലക്ഷൻ അജണ്ട പോപ്പപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. പിന്നെ അങ്ങ് ചിലപ്പോൾ ചോദിച്ചേക്കാം, സർവേ നടന്നില്ലേ? ആ സർവേ നടക്കുന്നത് UDF പഞ്ചായത്തുകളിലൂടെ അല്ലേ? അത് അതിദരിദ്രരല്ല, നിലവിലുള്ളവരുടെ റീസർവേ നടത്തുകയാണ് എന്നാണ് സർക്കാരിന്റെ ഒരു മിനിറ്റ് വസന്ത്. അതായത് പ്രഖ്യാപനം, അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം, കേരളം എന്ന പ്രഖ്യാപനം നടക്കുമ്പോഴാണ് വസന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് അറിഞ്ഞത് എന്നുള്ളതാണ് വസന്ത് പറയുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യത്തെ മന്ത്രിസഭാ യോഗ തീരുമാനപ്രകാരം ഇങ്ങനെ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു, അതിന്റെ ഒരു നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ളത് അന്ന് തന്നെ മാധ്യമങ്ങളോടക്കം മുഖ്യമന്ത്രി അടക്കം വിശദീകരിക്കുന്നു. സഭയിൽ ഇക്കാര്യം നിരവധി തവണ വന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ 4.5 വർഷം ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെയും നടക്കുന്നു. എന്നിട്ടും പ്രതിപക്ഷം എന്തുകൊണ്ട് ഇത് അറിഞ്ഞില്ല എന്നുള്ളത് ഒരു പ്രഹേളികയായി നിൽക്കുകയാണ്. പ്രഖ്യാപനം നടത്തിയ അന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞു എന്ന് പറയുന്നത് എങ്ങനെയാണ് വസന്ത് വിശ്വസിക്കേണ്ടത്? രണ്ടാമത്തെ കാര്യം, വസന്ത് പറയുന്നത് സർക്കാർ മാത്രമാണ് ഇതിന്റെ വിവരശേഖരണത്തിന്റെ ഭാഗമായത് എന്നുള്ളതാണ്. നോക്കൂ, അത് തെറ്റാണ്. തദ്ദേശ സ്ഥാപന മേൽനോട്ടത്തിൽ കമ്മിറ്റികൾ രൂപീകരിക്കുകയാണ്. അതിൽ ആരൊക്കെയാണ്? മേയർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ്. ഞാൻ അത് വിശദമായി വായിക്കാം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ, തദ്ദേശ സ്ഥാപന ഭരണസമിതിയിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ. അത് CPIM മാത്രമല്ലല്ലോ അല്ലേ? ദാരിദ്ര്യ നിർമ്മാർജ്ജന രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ, വ്യാപാര വ്യവസായികളുടെ സംഘടനാ പ്രതിനിധികൾ, റെസിഡന്റ് അസോസിയേഷനുകൾ, വാർഡ് തല സമിതികൾ വേറെയുണ്ട്. അതിലാരൊക്കെയാണ്? കൗൺസിലറുടെ അധ്യക്ഷതയിൽ ആശാപ്രവർത്തകർ, കുടുംബശ്രീ, തൊഴിലുറപ്പ്, അംഗൻവാടി ജീവനക്കാർ, SC/ST പ്രമോട്ടർമാർ, കോവിഡ് വാർഡ് തല സമിതി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് കോവിഡിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് എന്നുള്ളതാണ്. സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, പാലിയേറ്റീവ് കെയർ പ്രവർത്തകർ, ഇങ്ങനെ തുടരുന്നു വസന്ത് ആ പട്ടിക. ഈ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാ ആളുകളും സർക്കാരിന്റെ മാത്രം പ്രതിനിധികളാണ് എന്നുള്ളത് എന്ത് ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ പറയുന്നു? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഭരിക്കുന്നത് CPIM ആകണം. അങ്ങനെയാണെങ്കിൽ അംഗീകരിക്കാം. ഇനി അങ്ങയുടെ ചോദ്യത്തിന് 2 ഉത്തരം. ഒന്ന്, അങ്ങ് പറഞ്ഞത് അതിദാരിദ്ര്യ വിമുക്ത പദ്ധതിയെ പറ്റി അറിഞ്ഞില്ല എന്നല്ല കോൺഗ്രസ് പ്രതിനിധിയായ ഞാനോ പറഞ്ഞത്. പ്രഖ്യാപനം നടന്നപ്പോൾ മാത്രം അറിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. നോ, കേൾക്കൂ. ഞങ്ങൾ പറഞ്ഞത് അതിദരിദ്ര വിമുക്തമായി കേരളം എന്നത് ഞങ്ങൾ അറിയുന്നത് ഇപ്പോഴാണ്. അങ്ങനെ അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഇത് അവിടെ വീടില്ലാത്ത ചേട്ടന്മാരുണ്ട്, വീടില്ലാത്ത ചേച്ചിമാരുണ്ട്, അരിയില്ലാത്തവരുണ്ട്, അരിയില്ലാത്തവരുണ്ട്. അറിയാത്ത നിങ്ങൾ, കഴിഞ്ഞ 4.5 വർഷമായി നടന്ന പ്രക്രിയയെ കുറിച്ച് അറിയാത്ത നിങ്ങൾ, അത് ആരുടെ പ്രശ്നമാണ്? അസിതയാണ് അതിന് ഉത്തരം പറയേണ്ടത്. അതായത് അതിദരിദ്ര
ഇല്ല എന്ന് സർക്കാർ പറയുമ്പോൾ ഓൺ വാട്ട് ബേസിസ്, ഓൺ വാട്ട് മാനദണ്ഡങ്ങൾ എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. ആ മാനദണ്ഡങ്ങൾക്ക് അപ്പുറത്ത് നിങ്ങൾ പ്രഖ്യാപിച്ചതിന് ശേഷവും അരിയില്ലാത്തവൻ, തുണിയില്ലാത്തവൻ, കൂരയില്ലാത്തവൻ ഈ നാട്ടിലുണ്ട് എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയല്ലേ? നേർസാക്ഷ്യമല്ലേ? ഇത് ഒന്നും അല്ലല്ലോ. ഞങ്ങൾ ഗോവിന്ദൻ മാഷ് പറഞ്ഞതുപോലെ അല്ലല്ലോ എടുത്തുകൊണ്ട് വരുന്നത്. ഇവിടുത്തെ പ്രതിപക്ഷവും മാധ്യമങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്ന ചിത്രങ്ങൾ, നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്ന വീഡിയോ ശകലങ്ങൾ, അത് അല്ല, ഗോവിന്ദൻ മാഷിന്റെ അല്ല, അത് അരിയില്ലാത്തവർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടല്ലോ. ആ വിഭാഗങ്ങൾ ഇനിയും അതിൽ ആരെങ്കിലും ഒക്കെ ശേഷിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതിന്റെ പരിധിയിലേക്ക് വരണം എന്ന് വ്യക്തിപരമായി എന്റെയും കൂടി ആഗ്രഹം. അത് അവിടെ നിൽക്കട്ടെ. ഈ പറയുന്ന ആളുകൾ അത് നിൽക്കാൻ പറ്റില്ല. ശരി 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 പ്രഖ്യാപനം പൊളിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രഖ്യാപനം പൊളിഞ്ഞു. ഞാൻ ചോദിക്കുന്നത് അതല്ല വസന്ത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് വസന്ത്. അങ്ങനെ ആരെങ്കിലും ഉണ്ട് എന്നല്ല, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ശരി, ഒരു മിനിറ്റ് വസന്ത്, ഞാൻ ചോദ്യം ഒന്ന് പൂർത്തീകരിക്കട്ടെ. വസന്ത് കണ്ട ഈ ആളുകളുണ്ടല്ലോ, ഈ ആളുകൾ ഏതെങ്കിലുമൊക്കെ ഈ വസന്ത് കണ്ട ഈ ആളുകൾ അവർ ഏതെങ്കിലുമൊക്കെ പദ്ധതിയുടെ പരിധിയിൽ വരാത്തവരോ, റേഷൻ കാർഡ്, ആധാർ കാർഡ് പോലെ അടിസ്ഥാനപരമായ രേഖകൾ സ്വന്തമായി ഇല്ലാത്തവരോ, മഞ്ഞ കാർഡിന്റെ പരിധിയിൽ വന്ന് റേഷൻ കടകളിൽ നിന്നും റേഷൻ കിട്ടാത്ത ആളുകളോ ആണോ? അല്ല, ഞാൻ തിരിച്ചു പോയിട്ട് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അതിദരിദ്രർക്കുള്ള അരി ഇപ്പോൾ റേഷൻ കടകളിൽ സപ്ലൈ ചെയ്യുന്നുണ്ടോ? നവംബർ 1-ാം തീയതിക്ക് ശേഷം നിങ്ങളുടെ സർക്കാർ കൂടെ നിയന്ത്രണമുള്ള റേഷൻ കടകളിൽ ഈ സാധനം അത് കൺഫ്യൂസിംഗ് ആണ്. അത് വസന്തിന്റെ തന്ത്രമാണ്. അത് കൺഫ്യൂസിംഗ് ആണ്. അത് മഞ്ഞക്കാട്, അത് മഞ്ഞക്കാട്. ഞാൻ അതിലേക്ക് വരും. എന്റെ ചോദ്യം അതല്ല. ഞാൻ അതിലേക്ക് വരും. അത് വസന്ത് അതിനെ കൺഫ്യൂസ് ചെയ്ത് കോംപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഞാൻ അതിലേക്ക് വരും. മഞ്ഞക്കാട് അവിടെ നിൽക്കട്ടെ, ഞാൻ വരും. അവർക്ക് ആനുകൂല്യങ്ങൾ തുടരുമെന്നുള്ള ചോദ്യം ഞാൻ അതിലേക്ക് ഉറപ്പായും വരും. എന്റെ ചോദ്യം അതല്ല. വസന്ത് കണ്ട മാധ്യമങ്ങളുടെ അടക്കം വസന്ത് കണ്ട ആളുകളായിരിക്കണമല്ലോ, അവർ ഏതെങ്കിലും ഒരു ഗുണഭോക്തൃ പട്ടികയുടെ പരിധിയിൽ വരാത്തവരോ, റേഷൻ കാർഡ് ഇല്ലാത്തവരോ, പാൻ കാർഡ് ഇല്ലാത്തവരോ, സപ്ലൈകോ വഴിയോ റേഷൻ കടകൾ വഴിയോ അരിയോ മറ്റ് സാധനങ്ങളോ ലഭിക്കാത്തവരോ, ഏതെങ്കിലും ഒരു പെൻഷൻ, സാമൂഹിക സുരക്ഷാ പെൻഷന്റെ പദ്ധതിയിൽ വരാത്ത ആളുകളുമാണോ? അതെ, തീർച്ചയായും. എന്തടിസ്ഥാനത്തിൽ വസന്ത് പറയുന്നു? റേഷൻ കാർഡ് പോലും ഇല്ലാത്തവരാണെന്നുള്ളത് എന്തടിസ്ഥാനത്തിൽ? അങ്ങനെയുള്ളവരെ നിങ്ങളുടെ സർക്കാർ അംഗീകരിക്കില്ലേ? അങ്ങനെയുള്ളവരെ നിങ്ങളുടെ സർക്കാർ അംഗീകരിക്കുന്നതുകൊണ്ടാണല്ലോ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് അവർ പോയത്. ഞാൻ ചോദിക്കുന്നതല്ല. വസന്ത് പറഞ്ഞല്ലോ, കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ. വസന്ത് കണ്ടതുകൊണ്ടാണല്ലോ. വസന്ത് കണ്ടതുകൊണ്ടാണ് ഒരു ചർച്ചയെ വസന്ത് ആധികാരികമായി പറയുന്നത്, അല്ലേ? നോക്കൂ, എന്റെ ചോദ്യം, ഇവർ റേഷൻ കാർഡ് ഇല്ലാത്തവരോ ആധാർ കാർഡ് ഇല്ലാത്തവരോ നിലവിൽ ഏതെങ്കിലും ഒരു ഗുണഭോക്തൃ പട്ടികയുടെ പരിധിയിൽ വരാത്തവരാണോ എന്നുള്ളത് വസന്ത് ഉറപ്പാക്കിയിട്ടുണ്ടോ? തീർച്ചയായും ഉറപ്പാക്കിയിട്ടുണ്ട്. അങ്ങ് എന്റെ കൂടെ വരും, തെരുവുകളിലേക്ക് വരും, അങ്ങയുടെ ക്യാമറമാനും വരും, അല്ലെങ്കിൽ ഞാൻ പണം ചെലവ് മുടക്കാം, വരൂ, എന്റെ കൂടെ വരും, നമുക്ക് നോക്കാം. തെരുവുകളിൽ ഇപ്പോഴും മലയാളികളായവർ, കേരളീയരായവർ, അവർ നിങ്ങളുടെ സർക്കാരിന്റെ ഒരു പദ്ധതിയിലും ഉൾപ്പെടാതെ, കൂരയില്ലാതെ, വീടില്ലാതെ, തുണിയില്ലാതെ, മണിയില്ലാതെ കിടപ്പുണ്ട്. അവരെന്താ നിങ്ങൾക്ക് കാണാൻ പറ്റത്തെ? ഇനി അങ്ങ് ചോദിച്ച അങ്ങനെയുള്ള ആളുകളെ ഒരു മിനിറ്റ് പറഞ്ഞു പോകല്ലേ. വസന്ത് പറയുന്ന തെരുവുകളിലുള്ള ഒന്നുമില്ലാത്ത ഈ ആളുകളെ ഈ പദ്ധതിയുടെ സർവേ നടക്കുമ്പോൾ വസന്തിന്റെ രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ എന്തുകൊണ്ട് കണ്ടെത്താതെ പോയി? തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ടല്ല, ഒരു മിനിറ്റ്, തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ടല്ല അവരെ കണ്ടെത്തിയത്. ഞാൻ മുൻപ് വിശദീകരിച്ചതുപോലെ ഒരുപാട് ഘടകങ്ങൾ അവരൊക്കെയും കണ്ടെത്തിയ ഒരു മിനിറ്റ് സുഹൃത്തെ, അവരൊക്കെയും കണ്ടെത്തിയ ആ ലിസ്റ്റ് അവരൊക്കെയും കണ്ടെത്തിയ ഈ ലിസ്റ്റ് ഉണ്ടല്ലോ വസന്ത്, അവരൊക്കെയും കണ്ടെത്തിയ ഈ ലിസ്റ്റ് അന്തിമമായി എത്തിയത് എവിടെയാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുൻപിലാണല്ലേ? ഗ്രാമസഭകൾക്ക് മുൻപിൽ എത്തിയിരുന്നു അല്ലേ? ഗ്രാമസഭകൾ ആരാണ് വിളിച്ചു ചേർക്കുന്നത്? അപ്പോൾ CPIM മാത്രം ഭരിക്കുന്നതാണ് ഈ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും എന്നാണെങ്കിൽ വസന്ത് പറയുന്നതിന് അടിസ്ഥാനമുണ്ട്. അതല്ലെങ്കിൽ വസന്തിന്റെ രാഷ്ട്രീയ പാർട്ടിക്കും അതിൽ ഉത്തരവാദിത്തമുണ്ട്. അതിനുശേഷം തെരുവിൽ ഇനിയും ആളുകൾ ഈ നിലയിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ ഉത്തരവാദിത്തം നിങ്ങൾക്ക് കൂടി ഉണ്ടെന്നേ. എന്തുകൊണ്ട് കണ്ടെത്താനാകാതെ പോയി? ചൂണ്ടിക്കാട്ടാമായിരുന്നില്ലേ? ഒരു ഘട്ടത്തിലെങ്കിലും പ്രഖ്യാപനം നടത്തുന്നതിന്റെ തലേ ദിവസമെങ്കിലും എന്തുകൊണ്ട് സാധിച്ചില്ല? എത്രയോ തവണ ഈ പ്രഖ്യാപനം കഴിയുന്നതിന്റെ തലേ ദിവസങ്ങളിൽ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ അടക്കം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നിങ്ങളുടെ സർക്കാരിനോട്. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത് തട്ടിപ്പ് പ്രഖ്യാപനമാണ്. അസിത മാത്രം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു തട്ടിപ്പാണെന്ന്. ശരിയാണ്, തട്ടിപ്പാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നതല്ല.
ആധികാരികമായി ഈ കുടുംബത്തിന് ഇല്ലേ? അപ്പൊ ഇല്ലെന്നാണോ? അല്ല അപ്പൊ അല്ല പറഞ്ഞത് വസന്താണ്. ഉണ്ടെന്ന് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം വസന്തിനുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ സർക്കാർ നടത്തിയ കൊള്ളയുടെ പാപ്പമാരം താഴെത്തട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മെമ്പർമാർ തലക്കിടാൻ ആ മെമ്പർമാരിൽ നിർഭാഗ്യവശാൽ 70%-ലേറെ CPM-കാരാണ്. ഓക്കെ, ഇനി ബാക്കി 30% കോൺഗ്രസ്സുകാരുടെ മുകളിൽ ആ കുരിശ് വരം വെച്ചോളൂ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ സർക്കാർ 1.5 കോടി രൂപ മുടക്കി, നിങ്ങളുടെ സർക്കാരിന്റെ പ്രസ്റ്റീജ് പരിപാടിയായി, നിങ്ങളുടെ സർക്കാരിന്റെ ഇലക്ഷൻ സ്റ്റാർട്ടിംഗ് PR എക്സസൈസ് ആയി. അങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ അതിനൊരു IAS-കാരിയുടെ ചുമതല ഉള്ളപ്പോൾ, അതിനൊരു സർക്കാരിന്റെ മന്ത്രിസഭയുടെയും മന്ത്രി വകുപ്പിന്റെയും മേൽനോട്ടമുള്ളപ്പോ നിങ്ങളുടെ സർക്കാരിന് കണ്ടെത്താൻ എന്താ പറ്റാതെ പോയത്? അതെന്താ ആ IAS-കാരിക്ക് കണ്ടെത്താൻ പറ്റാതെ? സുഹൃത്തെ എന്ത് പറഞ്ഞാണ് വസന്ത് ന്യായീകരിക്കുന്നത്? എനിക്കത് മനസ്സിലാകില്ല വസന്തിന്റെ ആ ലോജിക്ക്. ഒരു മിനിറ്റ് ചോദ്യം MP രാജേഷ് നേരിട്ടല്ല ഈ വിവരശേഖരണം നടത്തിയത്. വിവരശേഖരണം നടത്തിയവർ ആരൊക്കെയാണെന്നുള്ളത് ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു. ആ ലിസ്റ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ എത്തിയിരുന്നു. ഒരു മിനിറ്റ് സുഹൃത്തെ, ഒരു മിനിറ്റ്. വസന്ത് ഇപ്പോൾ പറഞ്ഞത് എന്താണ്? വസന്ത് അല്പം മുൻപ് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് അടക്കം വസന്ത് അല്പം മുമ്പ് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് അടക്കം വസന്ത് പറഞ്ഞതിൽ എനിക്ക് അല്പം സംശയമുണ്ട്. വസന്ത് അതൊന്ന് പറഞ്ഞു തരൂ. ഇടപെടില്ല. അതായത് എന്റെ ചോദ്യം അല്പം മുമ്പ് വസന്ത് പറഞ്ഞു, ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഈ പ്രഖ്യാപനത്തിന് ഒരു ദിവസം മുൻപെങ്കിലും നിങ്ങൾക്ക് ഇത് പറയാമായിരുന്നല്ലോ, ഈ പട്ടിക ഇത് ആധികാരികമല്ല എന്നുള്ളത്, എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ വസന്ത് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് അടക്കം വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു ഇത് ആധികാരികമല്ല, ഇത് തട്ടിപ്പാണ് എന്ന് പറഞ്ഞു എന്നാണ് വസന്തിന്റെ വാദം. ശരി, പ്രതിപക്ഷ നേതാവ് തട്ടിപ്പാണെന്ന് പറഞ്ഞു എന്നുള്ളത് ഞാനും കേട്ടു. അതിനപ്പുറം ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊണ്ടു നിർത്തി ഇയാൾ ഇപ്പോഴും ഈ അതിദാരിദ്ര്യമുക്ത കേരളത്തിന് ഇപ്പുറവും അല്ലെങ്കിൽ പ്രഖ്യാപനത്തിന്റെ തലേ ദിവസവും റേഷൻ കാർഡ് ഇല്ലാത്തയാളാണ്, ആധാർ കാർഡ് ഇല്ലാത്തയാളാണ്, ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ലാത്ത ആളാണ് എന്ന രേഖ എന്ന വിവരം ആധികാരികമായി ഒരാളെയെങ്കിലും ചൂണ്ടിക്കാട്ടാൻ പ്രഖ്യാപനം നടന്നും 24 മണിക്കൂർ കഴിഞ്ഞല്ലോ, എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഒന്ന്, കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ അടക്കം വീഡിയോ ദൃശ്യങ്ങളായി ഇത് പുറത്തുവിട്ടിട്ടുണ്ട്. ഞാൻ അങ്ങേക്ക് അയച്ചു തരാം, അങ്ങ് കണ്ടാൽ മതി. എന്തിനാണ് കേരളത്തിന്റെ 4ാം തൂണാണ്, കേരളത്തിന്റെ മറ്റൊരു തരത്തിലുള്ള പ്രതിപക്ഷമാണ്. അത് ഏത് സർക്കാർ ഭരിച്ചാലും മാധ്യമങ്ങൾ VD സതീശനും പ്രതിപക്ഷവും പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ കേൾക്കൂ. അത് പറഞ്ഞെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ നിയമസഭ വസന്തേ നോക്കൂ, മാധ്യമങ്ങൾ പറഞ്ഞതാണ് വസന്തിന് വിശ്വാസമെങ്കിൽ അല്ല എനിക്കിത് ക്ലാരിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ വരാം. ശരി എന്തായാലും ശരി ഞാൻ വരാം. മറ്റതിഥികൾ കൂടി ചർച്ചയിലേക്ക് ചേരുകയാണ്. മറ്റതിഥികൾ കൂടി ഞാൻ പറയുന്ന ഉത്തരം പ്രേക്ഷകർ കേൾക്കരുത്. അങ്ങേക്ക് ഞാൻ വസന്ത് പറഞ്ഞത് ഞാൻ ആദ്യ ഘട്ടത്തിൽ വസന്ത് പറഞ്ഞത് മുഴുവൻ കേട്ടു. വസന്ത് 3 പോയിന്റാണ് എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. എന്താ നിങ്ങളുടെ മാനദണ്ഡം? ഒരു മിനിറ്റ് നമ്മൾ CPM ഗസ്റ്റിലേക്ക് പോകുന്നു. ശ്രീ അനിൽകുമാർ മറ്റൊരു ചാനലിന്റെ ചർച്ചയിലായിരുന്നു. അദ്ദേഹം വരാൻ അല്പം വൈകിയതുകൊണ്ടാണ് ഞാൻ ഇതാ പോകുന്നു. ഇല്ലെങ്കിൽ ഞാൻ ആദ്യഘട്ടത്തിലെ ചോദ്യം അദ്ദേഹത്തിലേക്ക് കൈമാറിയേനെ. പറഞ്ഞോളൂ ശ്രീ അനിൽകുമാർ, എന്തായിരുന്നു ഇതിന്റെ മാനദണ്ഡം? LDF സർക്കാർ പ്രഖ്യാപനം നടത്തുന്ന ആ നിമിഷം വരെ കോൺഗ്രസ് അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു പ്രഖ്യാപനം. മന്ത്രിസഭാ യോഗ തീരുമാനം അറിഞ്ഞിട്ടില്ല, അതിനുശേഷം നടന്ന ഡേറ്റ കളക്ഷൻ അറിഞ്ഞിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല അവർ. അപ്പോൾ അറിയാത്ത കൂട്ടർക്കൊന്ന് പറഞ്ഞു കൊടുക്കൂ, എന്തായിരുന്നു ഇതിന്റെയൊക്കെ ആധാരം എന്നുള്ളത് ഒന്ന്. രണ്ടാമത് ഒരു ചോദ്യം കൂടി വസന്ത് ചോദിക്കുന്നുണ്ട്. ഇന്നും മാധ്യമങ്ങളടക്കം തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനുഷ്യരെ അടക്കം കാണിച്ചിരുന്നു, അവരൊക്കെ ഈ പട്ടികയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. രണ്ട് ഭാഗങ്ങളാണ് ഇക്കാര്യത്തിലുള്ളത്. ഒന്ന്, നമ്മുടെ കേരളം അതിദാരിദ്ര്യ വിമുക്തമാണ് എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു ആരോഗ്യമുള്ള സമ്പദ് വ്യവസ്ഥയായി മാറിയോ എന്നാണ് ആദ്യത്തെ ചോദ്യം. അതിൽ കമ്മ്യൂണിസ്റ്റുകാരെന്ന നിലയ്ക്ക് ഈ കേരള രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിച്ചൊരു പാർട്ടിയും അതിൻ്റെ പ്രസ്ഥാനവും LDF എന്ന നിലയ്ക്ക് നമുക്കൊരു അഭിമാനമുണ്ട്. അഭിമാനം എന്താണ്? നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഭൂമിയില്ലാത്തവന് ഭൂമി വാങ്ങിച്ചു കൊടുത്ത പോരാട്ടത്തിൻ്റെ നാടാണ്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ഉയർന്ന കൂലി ഇവിടുത്തെ തൊഴിലാളിക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു പോരാട്ടത്തിൻ്റെ നാടാണ്. എല്ലാവരും വിദ്യാഭ്യാസം ചെയ്യുന്ന ഒരു തരത്തിലേക്ക് 57-ലെ EMS സർക്കാർ മുതൽ കേരളത്തെ പരിവർത്തനപ്പെടുത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ
ഇന്നത്തെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്, അതിൻ്റെ വളർച്ചാ നിരക്കെന്ന് പറയുന്നത് രാജ്യത്ത് തന്നെ ഏറ്റവും മികവാർന്നതാണ്. 2, ആളോഹരി വരുമാനത്തിൽ കേരളം 1-ാം സ്ഥാനത്താണ്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ദാരിദ്ര്യമുക്ത കേരളം എന്നതിലേക്ക് ചിന്തിക്കാൻ നമുക്കാവുന്നത്. ദാരിദ്ര്യമുക്ത കേരളത്തിലേക്ക് നമ്മൾ ചിന്തിക്കണം. എന്ത് വേണം? 95 ലക്ഷം റേഷൻ കാർഡുകാർ കേരളത്തിലുണ്ട്. ഈ 95 ലക്ഷം റേഷൻ കാർഡുകാരിൽ 90 ലക്ഷം ആളുകളും അതിദാരിദ്ര്യത്തിലല്ല, ദരിദ്രരായിട്ടുള്ളതല്ല കണക്കാക്കുന്നത്. 90 ലക്ഷവും അതിൻ്റെ മുകളിലാണ്. ഈ കണക്ക് കേന്ദ്രത്തിൻ്റെതാണ്. അപ്പോൾ ഏറ്റവും അവസാനമുള്ള 2 കാർഡുകൾ, ആ കാർഡുകളെന്ന് പറയുന്നത് 5,41,000 പേരേ ഉള്ളൂ. അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കണം. അത് തുടർ ഭരണത്തിലേ സാധിക്കൂ, അടുത്ത ഭരണത്തിലേ സാധിക്കൂ. അടുത്ത ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനാവും. ഇപ്പം ചെയ്ത കാര്യം എന്താണ്? ഈ ഭരണത്തിലാണ് ഫോക്കസ് ചെയ്തത് അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ പരിശോധന നടത്തി. ഒരു പദ്ധതിയിലും പറ്റാത്തവരെയാണ് അതിദാരിദ്ര്യം വിമുക്തമാക്കാൻ സർക്കാർ ശ്രമിച്ചത്. സത്യത്തിൽ 2017 ഇനി പദ്ധതി പ്ലാൻ ചെയ്തത്. പക്ഷേ പ്രളയങ്ങൾ വന്നു, കോവിഡ് വന്നു, നിപ്പ വന്നു, ഓക്കി വന്നു. നമുക്ക് 1-ാം സർക്കാരിൻ്റെ കാലത്ത് അത് ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞില്ല. 2-ാം സർക്കാർ വന്നപ്പോൾ മുഖ്യമന്ത്രി ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലെ ആദ്യത്തെ അജണ്ടയായി തീരുമാനിച്ചു, 2025 ഈ പറയുന്ന നവംബർ 1 കേരളപ്പിറവി അതിദാരിദ്ര്യമുക്തമായിരിക്കും. അന്നേ പ്രഖ്യാപനം വന്നതാണ്, പത്രസമ്മേളനത്തിൽ വന്നതാണ്. അത് പ്രതിപക്ഷം കേട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കണോ? രണ്ടാമത്, ഇതുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്നതിന് ഒരു ഉത്തരവിറങ്ങി. ഉത്തരവ് ബഹുമാനപ്പെട്ട MP ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ചു, മാധ്യമങ്ങൾ വന്നു. 3 ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൈപ്പുസ്തകം തയ്യാറാക്കി. അതുമായി ബന്ധപ്പെട്ട പരിശോധന നടക്കുമ്പോൾ, അതിൻ്റെ ക്ലാസ് നടക്കുമ്പോൾ ചാനൽ ചർച്ചയിൽ ബഹുമാനപ്പെട്ട വസന്തൻ്റെ സുഹൃത്തായ രാജു പി നായർ ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗമെന്ന നിലയ്ക്ക് കിലയിൽ പങ്കെടുത്തയാളാണ്. അദ്ദേഹം അതിൻ്റെ ഫോക്കസ് ഗ്രൂപ്പിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തു എന്ന് മിനിങ്ങാന്ന് ചാനൽ ചർച്ചയിൽ എന്നോട് പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞു. മാത്രമല്ല കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുഴുവൻ ജനപ്രതിനിധികൾക്കും ട്രെയിനിങ് കൊടുത്തു. 4 ലക്ഷം പേർ സർവേയിൽ പങ്കെടുക്കുന്നു. പങ്കെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രക്രിയ പൂർത്തിയായി. പ്രക്രിയ പൂർത്തിയായത് നവംബർ 1 2022 തന്നെ ഈ ഒരു പ്രക്രിയ പൂർത്തിയായി. ആ പൂർത്തിയായ പ്രക്രിയ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തു. മനോരമ പറയുന്നത് തിരുവനന്തപുരത്തും കോട്ടയത്തുമാണ് കുറവ്, അതീവ ദരിദ്രം മലപ്പുറത്തും തിരുവനന്തപുരത്തും, കുറവ് കോട്ടയത്ത്. മനോരമയുടെ റിപ്പോർട്ടാണ്. എന്നിട്ട് മനോരമ പറയുന്നതാണ് 1735 കുടുംബങ്ങളിൽ ഭക്ഷണം കിട്ടുന്നില്ല. നിങ്ങൾ ആശ്രയ പദ്ധതി ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഭക്ഷണം കിട്ടാത്ത 1735 കുടുംബങ്ങൾ. മനോരമ റിപ്പോർട്ടിൽ തന്നെ പറയുന്നതാണ്. എല്ലാ പരിശോധന നടത്തി ഗ്രാമസഭ അംഗീകരിച്ചവരുടെ പട്ടിക 64.64%. ഇത് മനോരമയുടെ കണക്കാണ്. ഇത് മനോരമ പ്രസിദ്ധീകരിച്ചപ്പോൾ 64,006 കുടുംബങ്ങൾ അതിൽപ്പെട്ടു. ഒന്നാമത്തെ ചോദ്യം, ഈ 64,006 ഏതെങ്കിലും ഒരാൾ ഇനി പട്ടിണിക്കാരനായി അവശേഷിക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട വസന്ത് ശ്രീയക്കനോ കേരളത്തിലെ ഏത് മാധ്യമപ്രവർത്തകർക്കോ ഉത്തരം പറയാം. ഞങ്ങളിപ്പോൾ പ്രഖ്യാപിച്ചത് അന്ന് കണ്ടെത്തിയ 64,006 ദാരിദ്ര്യരേഖയ്ക്ക് അല്ലെങ്കിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി. അല്ല, വസന്തിന് 64,004 സംശയമില്ല. വസന്ത് ചോദിക്കുന്നത് അതിനുശേഷം ഇതാ ഇന്നടക്കം ചില മാധ്യമങ്ങളടക്കം ചില ആളുകളെയൊക്കെ കാണിച്ച് ഇപ്പോൾ എല്ലാ ടാഗ് ലൈനും മാധ്യമ വാർത്തകളുടെ അങ്ങനെയാണല്ലോ, അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപനത്തിന് ശേഷവും ഇതാ ഈ കുടുംബം, ഭക്ഷണമില്ല, വീടില്ല. വസന്ത് അതാണ് ഉയർത്തിക്കാട്ടുന്നത്. അതെ. അപ്പോൾ എന്താണ് യാഥാർത്ഥ്യം? ഇത് 2021 സർക്കാർ അധികാരത്തിൽ വന്ന് ജൂൺ മാസം ആരംഭിച്ച് 4 മാസം കൊണ്ട് പൂർത്തിയാക്കിയൊരു സർവേയാണ്. ഇനിയും സർവേ നടത്താം. ഇത്രയായിരിക്കുന്നു, ഇനി ആളുണ്ടോ, നമുക്ക് സർവേ നടത്താം. ചിലപ്പോൾ നമ്മൾ 100 ആളെ കണ്ടെത്തും, ചിലപ്പോൾ 200 ആളെ കണ്ടെത്തും, ചിലപ്പോൾ 300 ആളെ കണ്ടെത്തും, 1000 ആളെ കണ്ടെത്തട്ടെ. അങ്ങനെ സർവേ നടത്തി കഴിയുമ്പോൾ 1000 പേരെ കൂടെ പദ്ധതി ഉണ്ടാക്കിയ പോരെ? 64,006 മൈക്രോ പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഓരോ ഗ്രാമസഭയിലും അംഗീകരിപ്പിച്ച് അവർക്ക് ഓരോ ആവശ്യമുള്ളത് നടപ്പാക്കി കൊടുത്ത് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞ കേരളത്തിന് അതുകൂടെ ചെയ്യാൻ വയ്യേ? അതുകൂടെ ചെയ്യാൻ കഴിയും. അത് ചെയ്യാനുള്ള തീരുമാനമാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷം ആശങ്കപ്പെടുന്ന ഒരു കാര്യമില്ല. നിങ്ങളിതാ ചാനലുകാർ പോയിട്ട് അവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, നിങ്ങൾ പോകൂ. നിങ്ങൾ എന്തുകൊണ്ട് ഇന്നവിടെ പോയി? ഈ പ്രഖ്യാപനം ഇല്ലായിരുന്നാൽ നിങ്ങൾ പോകുമായിരുന്നോ? 1971 ഗരീബി ഘടാവോ എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം നടത്തിയ 71 ഗരീബി ഘടാവോ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധിയുടെ ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ദരിദ്രരെ തേടിപ്പോയോ? ഇതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന LDFന്റെ കേരളത്തിലെ ഭരണം 9.5 കൊല്ലം പൂർത്തിയാകുമ്പോൾ കോൺഗ്രസ്സുകാർ പോലും
ഭക്ഷണമില്ലാത്തവരെ തേടിപ്പോകുന്നു, പട്ടിണി ഉള്ളവരാരെ എന്ന് അന്വേഷിച്ച് പോകുന്നു. നിങ്ങൾ പോലും തേടിപ്പോകുന്നതിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ ഉണ്ടാക്കിയ രാഷ്ട്രീയ സമ്മർദ്ദമാണ്. ഞങ്ങൾ വിജയിച്ചു. അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ഓക്കെ ഞാൻ മടങ്ങി വരാം. അഡ്വക്കേറ്റ് എൽ ലാൽകുമാർ, വസന്ത് ആദ്യഘട്ടത്തിൽ പറയാൻ ശ്രമിച്ച മറ്റൊരു കാര്യം ഈ കാർഡുമായി ബന്ധപ്പെട്ടാണ്. വാസ്തവത്തിൽ വസന്തിനെ പോലെ ഒരാൾ അത് വീണ്ടും പറയുന്നത് എനിക്ക് അല്പം അതിശയം ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും അത് ആർക്കെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നോക്കൂ, 5,90,000 മഞ്ഞ കാർഡുള്ള നാട്ടിൽ എങ്ങനെയാണ് 60,000 മാത്രം അതിദാരിദ്ര്യർ പട്ടികയിൽ ഇടം പിടിക്കുന്നത് എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം നീതി ആയോഗിന്റെ കണക്കാണ്. 0.46% മാത്രം അതിദരിദ്രർ എന്നത് നീതി ആയോഗ് 4.8 എന്നത് നീതി ആയോഗ് പോലും പറയുന്ന ഒരു സംസ്ഥാനത്ത്. അപ്പോൾ ആ കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ 1,64,640 ഉള്ളൂ. അപ്പോൾ കേന്ദ്ര സർക്കാരിന് തന്നെ 2 കണക്കോ? റേഷൻ കാർഡും കേന്ദ്രത്തിന്റെ കണക്കാണ്, നീതി ആയോഗിന്റെതും കേന്ദ്രത്തിന്റെ കണക്കാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിന് പോലും 2 കണക്കുള്ള കാര്യത്തിലാണ് ഇപ്പോഴും മഞ്ഞ കാർഡ് ഉടമകളുടെ എണ്ണം പറഞ്ഞുകൊണ്ട് ആ നിലയിലൊരു പ്രചാരണം കൂടി നടക്കുന്നത്. ഒന്നാമത്തെ കാര്യം. 2, ഇപ്പോൾ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ ഗ്രാജുവലി ഇനിയും ആളുകൾ ഒരുപക്ഷേ ഈ പട്ടികയിലേക്ക് വരാം. അപ്പോൾ അവരെ കൂടി കണ്ടെത്തി, അവരെ കൂടി ചേർത്ത് നിർത്തി അവിടേക്ക് കൂടി എത്തിക്കുക എന്നുള്ളതായിരിക്കണമല്ലോ ലക്ഷ്യം. അതാണെങ്കിൽ എങ്ങനെയാണ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതിനൊരു പ്രഖ്യാപനം സാധ്യമാകുക എന്നുള്ളത് വസന്തിന്റെ ന്യായമായ രണ്ടാമത്തെ സംശയം. അല്ല, എനിക്ക് ഞാൻ പറയുന്ന കേൾക്കാമോ? കേൾക്കാം പറഞ്ഞോളൂ. അല്ല, ഇവിടെ പല കാര്യങ്ങളും ഞാൻ ആ ഡിബേറ്റിൻ്റെ ആദ്യത്തെ ഭാഗത്തില്ലായിരുന്നുകൊണ്ട് പല കാര്യങ്ങളും ഞാൻ കേട്ടില്ല. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് റേഷൻ കാർഡിൻ്റെ ഈ ക്ലാസിഫിക്കേഷൻ്റെ ഒരു പ്രാധാന്യം വരുന്നത് ബേസിക്കലി അത് പോവർട്ടി മാത്രം അഡ്രസ്സ് ചെയ്യാനുള്ളൊരു കാര്യമല്ല. അതാദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. റേഷൻ കാർഡ് കൊണ്ട് എന്താ നമ്മൾ ചെയ്യുക? റേഷൻ കാർഡ് കൊണ്ട് ഈ ഫുഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആഹാരം എന്ന് പറയുന്നൊരു കാര്യത്തിനെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. അതുവഴി ഡീൽ ചെയ്യുന്നത് ഹങ്കറാണ്. അത് ഹങ്കറാണ് ഡീൽ ചെയ്യുന്നത്, പോവർട്ടി അല്ല. ഈ പറയുന്ന പോവർട്ടിയുടെ വലിയൊരു ആസ്പെക്റ്റ് തന്നെയാണ് ഹങ്കർ, അതിനകത്തൊരു സംശയമില്ല. ഹങ്കർ വെച്ചാൽ നമ്മുടെ വിശപ്പ് മാറുക എന്ന് പറയുന്നൊരു ആസ്പെക്റ്റാണ്. ഞാൻ അങ്ങനെ വളരെ ഇതായിട്ട് പറഞ്ഞതേ ഉള്ളൂ. പോവർട്ടി എന്ന് പറഞ്ഞാൽ മൾട്ടി ഡയമെൻഷനിലാണ്. അതിനകത്ത് ഒരുപാട് ഈ എഡ്യൂക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കയറി വരുന്ന ഒരു ഡെഫിനിഷനാണ് പോവർട്ടി. അത്രയും വിശാലമായ ഡെഫിനിഷനാണ് ദാരിദ്ര്യം എന്ന് പറയുന്ന കാര്യം. മറ്റേത് അതാ പറഞ്ഞ റേഷൻ കാർഡിൻ്റെ കളർ വെച്ചിട്ട് ആ ഒരു ഡിമാർക്കേഷൻ നടത്തുന്നതിനോട്, അത് മാത്രം ഉപയോഗിക്കുന്നതിനോട് വലിയ പ്രസക്തി ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഡെഫിനിഷണൽ പ്രോബ്ലം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എങ്ങനെയാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാനത് ജസ്റ്റ് സൂചിപ്പിച്ചു മാത്രം. നോക്കി, ഇവിടെ എന്താണ് അടിസ്ഥാനപരമായ പ്രശ്നം? ഇവിടുത്തെ പ്രശ്നം 2021 സർക്കാർ അധികാരത്തിൽ വന്നപ്പം വ്യക്തമായ ഒരു പ്ലാനോടുകൂടി, പദ്ധതിയോടുകൂടി ഇത് അതിദാരിദ്ര്യം അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഒരു പെരുമാറ്റം നടക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇടപെടൽ നടക്കുന്നു. അതല്ലേ കൃത്യമായി നടന്നത്? മുഖ്യമന്ത്രി അത് പറഞ്ഞു എന്നുള്ളത് പോട്ടെ, ചീഫ് സെക്രട്ടറി ആയിരുന്ന റിട്ടയറായ ശാരദാ മുരളീധരൻ അതുമായി ബന്ധപ്പെട്ടൊരു ഡീറ്റെയിൽഡ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അവരൊരു ഇമ്പാർഷ്യൽ ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ട് വരുന്നവരല്ലേ, എസ്പെഷ്യലി റിട്ടയർഡ് പേഴ്സണാണ്. അവർക്കിപ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യം എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഫോക്കസോടുകൂടി ഒരു സർക്കാർ ഒരു കാര്യം ചെയ്ത് 2021 തന്നെ അതിദാരിദ്ര്യം എന്ന് പറയുന്നത് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് ഒരു ഇടപെടൽ നടക്കുന്നു. ഇപ്പോൾ ഇവർ 1-2 ആൾക്കാരുടെ പേര് കൊണ്ടുവന്നിരിക്കട്ടെ, അവർ ശരിക്കും അതിദാരിദ്ര്യത്തിൽ തന്നെ നിൽക്കുന്നതാണെന്നും ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ അങ്ങനെ ചെയ്യാനായിട്ട് ഒരു ഇടപെടൽ നടക്കുന്നു. ഇപ്പോൾ ഇവർ 1-2 ആൾക്കാരുടെ പേര് കൊണ്ടുവന്നിരിക്കട്ടെ, അവർ ശരിക്കും അതിദാരിദ്ര്യത്തിൽ തന്നെ നിൽക്കുന്നതാണെന്നും ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ അങ്ങനെ തന്നെ ഞാൻ എടുക്കുക. അതിനെ ആ പറയുന്ന സിസ്റ്റമിക് ഫ്ലോ എന്നുവെച്ചാൽ ഒരു പറഞ്ഞാൽ 1, 2 എന്ന് പറയുന്ന ഓഡ് വൺ ഔട്ടായിട്ടാണോ എടുക്കേണ്ടത്? ഇത്രയും പേരെ ഈ പറയുന്ന എക്സ്ട്രീം പോവർട്ടിയിൽ നിന്ന് പുൾ ഔട്ട് ചെയ്ത് വേറൊരു നല്ല സിസ്റ്റത്തിലേക്ക് മാറ്റിയതിൻ്റെ ക്രെഡിറ്റ് ആണോ കൊടുക്കേണ്ടത്? ആ പറഞ്ഞ ഈ ഓഡ് വൺ എടുത്തിട്ട് എക്സംപ്ലിഫൈ ചെയ്യുകയാണോ ചെയ്യേണ്ടത്? ഈ പറഞ്ഞ മൊത്തം പ്രോജക്റ്റ് തകർന്നു എന്ന് പറയുകയാണോ ചെയ്യേണ്ടത്? ഞാനിപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്നത് ചിലപ്പോൾ 1-2 മിസ്സിങ് കാണാതിരിക്കുക. നമ്മൾ മനുഷ്യരല്ലേ? അങ്ങനെ ഒരു അതിദാരിദ്ര്യം ഇനിയും വരത്തില്ലെന്ന് പറയാൻ പറ്റുമോ? അത് വരാതിരിക്കണമെങ്കിൽ പ്രോപ്പർ മോണിറ്ററിങ്ങും ആ സിസ്റ്റം അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കേണ്ടതായിട്ടുണ്ട്. അതാ പറഞ്ഞു ഈ പ്രോജക്റ്റിൻ്റെ ഒരു പ്രത്യേകത. ഇത് ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം 1-ാം തീയതി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ആ പോയിന്റ് കൊണ്ട് ഈ പ്രോജക്റ്റ് അവസാനിക്കാൻ പറ്റില്ല. കാര്യം പോവർട്ടി എന്ന് പറഞ്ഞാൽ അതാണ് പറയുന്നത്. നിങ്ങൾ പറഞ്ഞാൽ ഈ പറയുന്ന ഒരു സ്വിങ്ങിങ് ആണ് പോവർട്ടി. പലപ്പോഴും ഹാർലംബസ് ഒക്കെ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഈ പറഞ്ഞ എന്താ, ദാരിദ്ര്യത്തിലേക്ക് പോകാം, തിരിച്ചു പോകാം. ഇങ്ങനെ ഒരു പ്രോസസ്സാണ് യഥാർത്ഥ പോവർട്ടി. അതിനെക്കുറിച്ച് നിങ്ങൾ സോഷ്യോളജി വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഈ പറയുന്ന അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കി നിർത്തിയിരിക്കുന്ന ആൾക്കാർ അതിലേക്ക് തിരിച്ചു പോകാതിരിക്കാൻ ഒരു സിസ്റ്റമിക് സപ്പോർട്ട് വ്യക്തമായ ആവശ്യമാണ്.
ഞാനൊരു ഉദാഹരണം പറയാം. നോക്കൂ, വളരെ കൃത്യമായ സിസ്റ്റമിക് സപ്പോർട്ടോടുകൂടി ഈ സർക്കാർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. അടുത്ത സർക്കാർ വരുന്നു എന്നിരിക്കട്ടെ, അടുത്ത സർക്കാർ മറ്റൊരു സർക്കാർ, ഏത് സർക്കാർ തന്നെ ആകട്ടെ, ആ സർക്കാർ ഈ പറയുന്ന പ്രോജക്റ്റിന് ഒരു പ്രാധാന്യവും കൊടുക്കാതെ അങ്ങ് വിടുക. അത് ചുമ്മാ കളിപ്പീര. ഇപ്പോൾ വി ഡി സതീശൻ പറഞ്ഞ പോലെ ഇത് കളിപ്പീരാന്ന് പറയുക. ഇന്ന് ഇതിൻ്റെ ഫലവും കിട്ടിയിരിക്കുന്ന ആൾക്കാർ വീണ്ടും തിരിച്ച് ഈ പോവർട്ടി, എക്സ്ട്രീം പോവർട്ടി ലൈനിലേക്ക് ക്രോസ് ചെയ്ത് തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇതൊരു കണ്ടിന്യൂസ് പ്രോജക്റ്റ് ആണെന്നുള്ള കാര്യം മറക്കരുത്. പിണറായി വിജയൻ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇത് പ്രഖ്യാപിക്കുന്നത് വഴി ഇത് ഇല്ലാതായി എന്നുള്ളതല്ല, അതാണ് മുക്തമായി എന്ന് പറയുന്നത്. ഈ പോയിന്റിൽ നമ്മൾ മുക്തമാക്കാൻ നമുക്ക് പറ്റി. ഒരു കാരണവശാലും അത് അപ്പുറത്തോട്ട് വീഴാതിരിക്കാൻ ഒരു ജാഗ്രത വേണം. അതുകൊണ്ടാണ് നമ്മൾ പല കാര്യത്തിലും ഇടപെടുന്നത്. അത് പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. നോക്കൂ, ഈ പറയുന്ന എക്സ്ട്രീം പോവർട്ടി എന്ന് പറയുന്ന സാധനം മാറ്റുന്നത് വഴി ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന മൾട്ടിപ്ലയർ എന്താണെന്നറിയോ? മൾട്ടിപ്ലയർ ഇഫക്റ്റ് അത് വളരെ ഹൈ ആണ്. അത് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട്? ഇതിനകത്ത് രാഷ്ട്രീയം മാത്രം കാണുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ഒരു പ്രോജക്റ്റിനകത്ത്, ആ പ്രോജക്റ്റിനകത്ത് കോൺഗ്രസിൻ്റെ ഗ്രാമസഭകൾ ഉണ്ടായിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ മാത്രം ഗ്രാമസഭകൾ ഉണ്ടായിട്ടുണ്ട്, കോൺഗ്രസ് മാത്രം ജയിച്ചിട്ടുള്ളവരുണ്ടാവും. ഇവരെല്ലാം അക്ഷീണം പ്രവർത്തിച്ച് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാക്കുന്ന പോയിന്റ് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഇവർ ഓരോരുത്തരും ഇല്ലേ? ഇപ്പം രാജു പി നായരുടെ കാര്യം പറഞ്ഞല്ലോ, അത് ഒരു ഇലക്ഷൻ ഇയറിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഡിക്ലെയർ ചെയ്ത് ഇതുവഴി എന്തോ ഒരു ബെനിഫിറ്റ് സർക്കാരിനുണ്ടാകും എന്നുള്ള ഒരു ആശങ്ക കയറിയിട്ട് പിന്നെ ഇതിനെ അങ്ങ് എതിർക്കുക. ഇതുകൊണ്ടാണ് ഒരു കാരണവശാലും കോൺഗ്രസ് രക്ഷപ്പെടാത്തത്. കോൺഗ്രസ് എപ്പോഴും ചെയ്യുന്ന ഇതാണ്. അതിദാരിദ്ര്യം എന്ന് പറഞ്ഞ സാധനം മാറിയിട്ടില്ല. ഒന്നോ രണ്ടോ എക്സാമ്പിൾ എടുത്ത് കാണിക്കുക. ഞാനത് കൺസീഡ് ചെയ്തെന്നിരിക്കട്ടെ. വന്ന എക്സാമ്പിൾ എത്രമാത്രം റിലയബിൾ ആണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെയാണോ ഇതിന് ഈ പറയുന്ന പ്രോജക്റ്റിനെ കാണേണ്ടത്? ഞാൻ ആ പ്രോജക്റ്റിനെ അങ്ങനല്ല കാണുന്നത്. ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പണ്ട് ഓർക്കുന്നുണ്ട്. ഒരു പരിപാടിക്കകത്ത് പങ്കെടുത്തുകൊണ്ടിരുന്നപ്പം, പൊതുപരിപാടിക്കകത്താണ്, എനിക്കൊന്ന് അശ്വമേധം എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്, കൈരളി TV നടത്തുന്ന ഒരു പരിപാടിയാണ്. അതിനകത്ത് ഒരാൾ വന്നിരുന്ന് പറയുന്നത് അവർക്ക് വീടില്ല, കറണ്ടില്ല എന്ന് പറയുകയാണ്. അന്ന് ആ വേദിയിലിരിക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഇയാളെ വിളിക്കുകയാണ്. കോടിയേരി ബാലകൃഷ്ണൻ വിളിക്കുകയാണ്. എന്താണ്, എവിടെയാണിതെന്ന് അറിയണം. അതാ പറഞ്ഞ് എല്ലാ കാര്യത്തിനും ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണിത്. ആ പ്രോസസ്സിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പ്രഖ്യാപിച്ചൊരു വിഷയമല്ല ഇത്. എന്നെ കേൾക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ഇതിനിടയ്ക്കൊന്നും ഇവർക്ക് ഒരു പ്രശ്നവുമില്ല. ഒറ്റ സെക്കൻഡൂടെ ഞാനത് കൺക്ലൂഡ് ചെയ്യാം. ഈ പറയുന്ന രാജു പി നായരൊക്കെ പല ചർച്ചകളും പങ്കെടുക്കുന്ന ഒരാളല്ലേ. ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും ബാക്കിയുള്ളതിനും ഈ പോവർട്ടി, എക്സ്ട്രീം പോവർട്ടി കളയുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിമർശനമായിട്ട് പോലും നിങ്ങളുടെ ഈ പരിപാടി ഒരു നാശം പരിപാടിയാണ് നടത്തുന്നത് ഇവർ തന്നെ ഈ ചർച്ചയ്ക്കകത്ത് ഉപയോഗിച്ചിട്ടില്ലല്ലോ, ഒരിടത്തും പറഞ്ഞിട്ടില്ലോ. ഈ പറയുന്ന വസന്ത് സിറിയക്കിൻ്റെ എത്രയോ ചർച്ചയ്ക്കിരുന്നു, നിങ്ങളുടെ പ്രോജക്റ്റ് എല്ലാം കളിപ്പീരാണ്, ആൾക്കാരെ പറ്റിക്കാനുള്ളതെന്ന് പറഞ്ഞ് ഈ എക്സാമ്പിൾ എപ്പോഴെങ്കിലും വസന്ത് പറഞ്ഞിട്ടുണ്ടോ? വസന്ത് പറഞ്ഞിട്ടില്ല. ഇത് കുഴപ്പം ഇത്രേ ഉള്ളൂ. ഇത് വന്ന് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞപ്പം വിമർശിക്കാൻ വേണ്ടിയിട്ടുള്ള വിമർശനമാണ്. കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. മാധ്യമങ്ങൾ പറഞ്ഞ എല്ലാം ശരിയാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പറയണ്ട, അത് നമുക്കറിയാം എങ്ങോട്ടാ പോകുന്നത്. ശരി, ഞാൻ മടങ്ങി വരാം. വസന്ത്, അവിടെയാണ് വസന്ത് പ്രശ്നം. എന്താണ് ഈ കാലയളവിലൊക്കെയും ഈ മുഖ്യമന്ത്രി പോലും എത്രയധികം വാർത്താ സമ്മേളനങ്ങൾ ഇത് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് 2025 നവംബർ 1 ആ പ്രഖ്യാപനത്തിലേക്ക് നമ്മൾ പോകുകയാണ്, അതിന്റെ നടപടികൾ നടക്കുന്നു എന്നുള്ളത് ആവർത്തിച്ചു പറഞ്ഞത് കേട്ടിട്ടുണ്ട് നമ്മൾ. വസന്ത് ഇല്ല എന്ന് പറയേണ്ട, അത് കളവാകും എന്നത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഘട്ടത്തിൽ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെ ഒരാളെയെങ്കിലും ചൂണ്ടിക്കാട്ടേണ്ട ആളുകളായിരുന്നു നിങ്ങൾ. അതിന് കഴിഞ്ഞിട്ടില്ല വസന്ത്. അതിനൊക്കെയും ശേഷം ഈ നിലയിൽ വന്ന് പ്രതികരണം നടത്തുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഇത് വി ഡി സതീശൻ നമ്മൾ തുടക്കത്തിൽ കേട്ട ആ പ്രതികരണമില്ലേ, അതിദാരിദ്ര്യമുക്ത കേരളം എന്നുള്ള പ്രഖ്യാപനത്തെ റദ്ദ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം എന്താണ് പറയുന്നത്? 4.5 ലക്ഷം വീടുകൾ മാത്രം പണിതു കൊടുത്ത സർക്കാരാണിതെന്ന് ആക്ഷേപിക്കുകയാണ്. അദ്ദേഹത്തിന് അത് പുച്ഛവും പരിഹാസവുമാണ്. ഉമ്മൻചാണ്ടി സർക്കാർ എത്ര വീടുകളാണ് പണിതു കൊടുത്തത്? 4000 വീടുകൾ. 4000 വീടുകൾ പണിതു കൊടുത്ത ആളുകൾ 4.5 ലക്ഷം വീടുകൾ പണിതു കൊടുത്ത ആളുകളെ നോക്കി ഈ വിധമൊക്കെ അപഹസിക്കണമെങ്കിൽ എന്ത് രാഷ്ട്രീയമാണ് വസന്ത് ഇത്? അല്ല, ഒന്ന് പ്രിയപ്പെട്ട ലാൽകുമാർ പറഞ്ഞ എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല, ടെക്നിക്കൽ എറർ ആയിരിക്കും. അങ്ങ് പറഞ്ഞാണ് അതിന്റെ സമ്മപ്പ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നോക്കൂ, എന്താണ് ബേസിസ്? അപ്പൊ നിങ്ങൾ പറയും, ഇപ്പൊ അനിൽകുമാർ തന്നെ, എന്റെ പ്രിയ സ്നേഹിതൻ കോട്ടയംകാരൻ കൂടിയാണ്, അഡ്വക്കേറ്റ് അനിൽകുമാർ തന്നെ പറഞ്ഞു, ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അപ്പൊ ഉണ്ട് കേട്ടോ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടി കണ്ടെത്തും. അവരെ കൂടി കണ്ടെത്തിയാൽ ഈ പ്രഖ്യാപനം ഇതിൽ തന്നെ റദ്ദ് ചെയ്യപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ജനങ്ങളെയും സർവശ്രീ മമ്മൂട്ടി അടക്കമുള്ളവരെയും
പറ്റിക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം സാന്ദർഭികമായിട്ട് വസന്ത ഞാൻ ഇടപെടുകയല്ല കേട്ടോ. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു വളരെ രസകരമായ ഒരു കമന്റ് ഉണ്ട്. സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം വന്നതിന്റെ അടുത്ത ദിവസം മുതൽ നമ്മളാരും സ്കൂളിൽ പോകൽ നിർത്തിയില്ലല്ലോ എന്ന്. ഇതും അതുപോലെ തന്നെയാണ്. പറഞ്ഞു പൂർത്തിയാക്കി. അങ്ങനല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആ സോഷ്യൽ മീഡിയ കമന്റ് ഇടുന്നതിന് വിവരമില്ലാത്തതുകൊണ്ടാണ്. എന്താണ് സാക്ഷരത എന്ന് പറഞ്ഞാൽ സ്വന്തം പേര് എഴുതാനും വായിക്കാനും അറിയുക എന്നുള്ളതാണ് ലിറ്ററസിയുടെ ബേസിസ് ആയി ലോകം അംഗീകരിക്കുന്നത്. അപ്പൊ സ്വന്തം പേര് എഴുതാനും വായിക്കാനും അറിയാവുന്നവൻ നാളെ തൊട്ട് ഡിഗ്രി എടുക്കണ്ട എന്ന് തീരുമാനിച്ച അവൻ അത് മാത്രം വെച്ചാൽ നിങ്ങൾ കൈരളിയിൽ ജോലി കൊടുക്കുമെങ്കിൽ അവൻ അവിടെ ഇരുന്നോട്ടെ. അപ്പൊ ഒരു ദിവസം ഒരു അരിയിൽ ഉപ്പിട്ട് കഴിക്കാൻ പറ്റുന്നവൻ നാളെ തൊട്ട് ബിരിയാണി കഴിക്കുന്നതിനെ പറ്റി സ്വപ്നം കാണണ്ട എന്ന് ചിന്തിച്ചാൽ അതാണ് കമ്മ്യൂണിസം. അത് തന്നെയാണ് ഈ ഫേസ്ബുക്കിൽ ഇരുന്ന് എഴുതുന്ന മുഖമില്ലാത്തവന്മാരും ഈ ചർച്ചയുടെ അടിയിൽ വന്ന് കമന്റ് ചെയ്ത് മുഖമില്ലാത്ത വൃത്തികെട്ടവന്മാരും ചിന്തിക്കുന്നതും പറയുന്നതും. അതവിടെ നിൽക്കട്ടെ. അപ്പോ നിങ്ങൾ കേന്ദ്രത്തിന് മാനദണ്ഡം അംഗീകരിക്കുന്നില്ല, സംസ്ഥാനത്തിന് ഒരു മാനദണ്ഡം ഇല്ലേ എന്തായാലും. അപ്പൊ അങ്ങ് പറഞ്ഞൊരു മാനദണ്ഡം അസിത കൂട്ടിച്ചേർത്തൊരു മാനദണ്ഡം പെൻഷൻ എങ്കിലും കിട്ടുന്നവർ എന്നുള്ളതാണ്. പെൻഷൻ കിട്ടുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം വരെയുള്ള പെൻഷൻ പോട്ടെ, നവംബർ 1 തൊട്ട് കിട്ടാൻ പോകുന്ന പെൻഷൻ. അപ്പൊ കിട്ടാൻ പോകുന്ന പെൻഷൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മറ്റേ പ്രഖ്യാപിക്കാൻ പറ്റില്ല. എങ്കിൽ പോലും ഞാൻ ഫോർ എ സേ സമ്മതിക്കുകയാണ്. കിട്ടാൻ പോകുന്ന പെൻഷൻ 2000 രൂപയാണല്ലോ. 30 ദിവസമായി അതിനെ ഹണ്ടിച്ചാൽ 66 ആണ് രൂപ പെർ ഡേ കിട്ടുക. അപ്പൊ കേന്ദ്രത്തിന്റെ മാനദണ്ഡം അത് എന്ത് ചെയ്യുന്നില്ല, കേന്ദ്രത്തിന്റെ മാനദണ്ഡവുമായി ബന്ധപ്പെട്ട് അത് ചേർന്ന് പോകുന്നില്ല. ഇനി കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും UDF ഒക്കെ മാനദണ്ഡം വിട്ടേക്കും. വേൾഡ് ബാങ്കിന്റെയും യുണൈറ്റഡ് നേഷൻസിന്റെയും ഒരു മാനദണ്ഡമുണ്ട്. യുണൈറ്റഡ് നേഷൻസിന് ഒരു പ്രോഗ്രാം ഉണ്ട്. എന്താ ആ പ്രോഗ്രാമിന്റെ പേര്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് SDG, ടാർഗറ്റ് ഓഫ് എറാഡിക്കേറ്റിംഗ് എക്സ്ട്രീം പ്രോവർട്ടി ബൈ 2030 എക്സ്ട്രീം പ്രോവർട്ടി ഇല്ലാതാക്കാൻ വേണ്ടി യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ബാങ്കിന്റെ സഹായത്തോടു കൂടി നടത്തി വരുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിക്ക് ഒരു മാനദണ്ഡം അംഗീകരിക്കാൻ പറ്റില്ല. കാര്യം ലോകരാജ്യങ്ങളെല്ലാം ചേർന്ന് പഠനം നടത്തി അവർ അംഗീകരിച്ച് അവർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയുടെ വീതം ഗുണം ഇന്ത്യക്കും കിട്ടുന്നുണ്ട്. അപ്പോ ആ പദ്ധതി പ്രകാരം പറയുന്ന മാനദണ്ഡം ഒരു ദിവസം $2.15 അല്ലെങ്കിൽ അതിന് തത്തുല്യമായ തുക, ആ തുക നേടിയെടുക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അയാൾ എക്സ്ട്രീം പ്രോവർട്ടി ലെവലിന് വെളിയിലാണ്. പക്ഷേ ഇപ്പോ ഈ $2.15 എന്ന് പറയുന്നത് ഏതാണ്ട് 160-170 രൂപ വരും. പക്ഷേ നിങ്ങൾ പറയുന്ന മാനദണ്ഡത്തിൽ ഒന്ന് സംസ്ഥാന സർക്കാരിന്റെ എന്ത് കിട്ടുന്നു, പെൻഷൻ കിട്ടുന്നു എന്നുള്ളവരെയും എക്സ്ട്രീം പ്രോവർട്ടിയുടെ വെളിയിൽ കാണണമെങ്കിൽ 66 രൂപയാവുന്നുള്ളൂ വസ്തുത. അതായത് ഏതാണ്ട് 100 രൂപ അപ്പോഴും കുറവാണ്. ഞാനൊരു കാര്യം പറയട്ടെ വസന്ത്, എല്ലാ ഡേറ്റകളും പരിശോധിച്ചു. പക്ഷെ കേന്ദ്ര സർക്കാരിന്റെ ഈ ദാരിദ്ര്യ പട്ടിക ഉണ്ടല്ലോ, അതിദാരിദ്ര്യമല്ല കേട്ടോ, ദാരിദ്ര്യ പട്ടികയിൽ വരണമെങ്കിൽ ഒരു ദിവസം 60 രൂപ മതി വേതനം. 60 രൂപ ദാരിദ്ര്യം. അല്ല, ഞാൻ പറഞ്ഞ അവരെ വിട്ടേക്കൂ. ഇത് വേൾഡ് യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ചാണ്. അത് ഇന്ത്യ പോയിരുന്ന് അംഗീകരിച്ചാണ്. ഇന്ത്യയും കൂടെ അംഗീകരിച്ച് വന്നിരിക്കുന്ന ഒരു ഡേറ്റയാണ്. ആ ഡേറ്റ വിശ്വാസത്തിൽ എടുക്കാൻ പറ്റില്ല. അവിടെ കോൺഗ്രസ്സുകാരില്ലല്ലോ. ആ ഡേറ്റ വിശ്വാസത്തിൽ എടുത്താൽ 160 രൂപ വേണം. ഇപ്പൊ അസിതയ്ക്കും എനിക്കൊക്കെ അറിയാലോ. ഈ പറയുന്ന ഈ കേന്ദ്രത്തിലേക്ക് മാറ്റി 160 രൂപ മിനിമം ഇല്ലെങ്കിൽ 3 നേരം ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അല്ല, അങ്ങനെയാണെങ്കിൽ വസന്ത് ആദ്യം പറഞ്ഞ മഞ്ഞക്കാട് വാദം എങ്ങനെ നിലനിൽക്കും? ആ വാദം പ്രകാരം നോക്കൂ, മഞ്ഞക്കാടുമല്ല, അതിന് മുകളിലുള്ള പിങ്ക് നിറത്തിലുള്ള കാർഡ്, ആ കാർഡിൽ വരുന്ന ആളുകൾക്ക് 60 രൂപ മതി ദിവസ വരുമാനം. അപ്പോൾ വസന്ത് ആദ്യം കോട്ട് ചെയ്ത വാദം പോയില്ല. ഇത് രണ്ടും കൂടി എങ്ങനെ പറയും? അല്ല, ഞാൻ പറഞ്ഞത് അങ്ങാണ് ആദ്യമേ പറഞ്ഞത്. ഏത് കേന്ദ്ര സർക്കാരിന്റെ വാദം അംഗീകരിക്കാൻ പറ്റില്ല, അവർക്ക് 2 വാദമുണ്ട്, വിഭിന്ന വാദമുണ്ട് എന്ന് പറഞ്ഞപ്പോ അതിനേക്കാൾ കുറച്ചുകൂടി പ്രിസൈസ് ആയ അതിനേക്കാൾ കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ള ഒരു ഏജൻസിയുടെ നമുക്ക് വിശ്വാസത്തിൽ എടുക്കാൻ പറ്റുന്ന ട്രാൻസ്പെറന്റ് ആയ ഒരു ഏജൻസിയുടെ കണക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ കണക്കും ഈ കണക്കും തമ്മിൽ കോൺട്രഡിക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഒന്ന് CPM പ്രതിനിധി തന്നെ പറയുന്നു, അങ്ങനെ ഒരു എക്സ്ട്രീം പ്രോവർട്ടി ലെവലിൽ ഉള്ള ആൾക്കാർ ഇനിയും ഉണ്ടാവാം, ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരെ കൂടി ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. അവരെ കൂടി ഉൾപ്പെടുത്തണം, അവരെ കൂടി മനസ്സിലാക്കണം, അവർക്ക് വേണ്ടി കൂടി സംസാരിക്കണം. പക്ഷേ അങ്ങനെ സംസാരിക്കാൻ പോകുമ്പോഴുള്ള പ്രശ്നം, നിങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തിൽ എന്തുകൊണ്ട് അവർ ഉൾപ്പെട്ടില്ല, എന്തുകൊണ്ട് അവരെ കൂടി ചേർത്ത് നിർത്താൻ നിങ്ങൾക്ക് സാധിച്ചില്ല? അപ്പൊ നിങ്ങൾ അത് പറയണം കേട്ടോ. എനിക്ക് പറഞ്ഞു ഞാൻ പറയാം. അനിൽകുമാർ ദയവായി തുടരും. ഞാൻ പറയാം. ലാൽകുമാർ പറയും, വേഗം ആ പോയിന്റ് പറയും. ഈ പറയുന്ന ഇതിനകത്ത് ഒരു റോങ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. എന്നറിയോ, ഈ ഫുൾ ഇപ്പോൾ ഒരു ഉദാഹരണം, സമ്പൂർണ്ണ സാക്ഷരത. ഇപ്പോൾ ഹിമാചൽ സർക്കാർ, അവർക്ക് 99% ഉള്ളൂ ഹിമാചലിലെ ഈ പറയുന്ന സാക്ഷരത. ഇവരുടെ സർക്കാരാണ് അവർ ഡിക്ലെയർ ചെയ്തത് എന്താ? ഫുള്ളി ലിറ്ററേറ്റ് എന്ന് ഡിക്ലെയർ ചെയ്തു. ആ ടോളറൻസ് അക്സെപ്റ്റഡ് ടോളറൻസ് ആണ് വസന്തേ. നിങ്ങളുടെ സർക്കാർ അവിടെ നിങ്ങളെടുത്ത് വാർത്ത നോക്കി ഞാൻ വായിക്കാം.
In August 2023, the ministry clarified that full literacy means achieving 90% literacy in a state or union territory. Therefore, a state does not need to reach 100% to earn the fully literate tag. Himachal Pradesh now claims a literacy rate of 99.3. ആ 0.7% എടുത്ത് ഞാൻ എടുത്ത് നിങ്ങൾക്ക് എടുക്ക മുന്നിൽ കൊണ്ട് കാണിച്ചാൽ നിങ്ങളെ ഈ ഡിക്ലറേഷൻ തെറ്റാന്ന് പറയുമോ? നിങ്ങൾ സമ്മതിക്കുമോ? പൊട്ടത്തായിട്ടുള്ള കാര്യങ്ങൾ പറയാതെ നിങ്ങൾ ഒരു നമ്പറിലേക്ക് വരുമ്പോൾ അതെ വേറെ കാര്യമുണ്ട്. അല്ലല്ല നിക്ക് ഞാൻ പറയട്ടെ വസന്ത് എവിടെ നിന്ന് പറഞ്ഞാൽ മാത്രം പോരാ. വി.ഡി. സതീശൻ പറയണം, രാഹുൽ ഗാന്ധി പറയണത് തെറ്റായിരുന്നു പറയുമോ? നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഒരു ചാനൽ ചർച്ചയിൽ കുറച്ച് പേര് മാത്രമേ കാണത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് അന്ന് ഞാൻ പറയുമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറയണം, കോൺഗ്രസിന്റെ നിലപാടായിട്ട് പറയണം. വസന്ത് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു നിലപാട് പറയുകയാണെങ്കിൽ വസന്ത് പറയാണ് ആരും കേട്ടില്ല, കുഴപ്പമില്ല. അതല്ല വസന്ത് അല്ലേ. നിക്ക് പറഞ്ഞ കേക്ക്. ഇത് ഈ പറയുന്ന അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ അത് ലാസ്റ്റ് നമ്പർ എന്ന് എടുത്തിട്ടല്ല ഇതിന്റെ കാര്യങ്ങൾ നടത്തുന്നത്. നിങ്ങളുടെ സംസ്ഥാന സർക്കാരിന്റെ, ഹിമാചലിലെ സംസ്ഥാന സർക്കാരിന്റെ സ്ഥാനം വായിച്ചു. താങ്കളത് വായിച്ചോന്നേ. ഫുള്ളി ലിറ്ററേറ്റ് എന്നാണ്, ക്ലെയിമിംഗ് ടു ബി ഫുള്ളി ലിറ്ററേറ്റ്. ആ ഒരാളെ എടുത്തു വെച്ചിട്ട് മനോരമ പറഞ്ഞു, അല്ലെ മറ്റു മാതൃഭൂമി പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ മനോരമയും മാതൃഭൂമിയും പറയുന്നത് മാത്രമാണ് ഇപ്പോൾ വി.ഡി. സതീശൻ പറയുന്നത്. അതാ പ്രശ്നം. ഞാൻ നിർത്തി. ഓക്കെ ഞാൻ വരാം. അനിൽകുമാർ, വസന്ത് പറഞ്ഞതിന് തുടർച്ച കൂടിയാണ്. അപ്പോൾ വസന്ത് ഈ പെൻഷൻ, ഒരു വീട്ടിൽ കിട്ടുന്ന പെൻഷന്റെ കണക്കൊക്കെ പറഞ്ഞ് അത് അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഇത്ര, ആ വാദം വസന്ത്, അത് ഞാൻ ആ ചോദ്യം അനിൽകുമാറിലേക്ക് കൊടുത്തുകൊണ്ട് ആ വാദം ഒന്ന് വിശദീകരിക്കാം. വസന്ത്, ആ വാദം പോലും നിലനിൽക്കുന്നതല്ല. കാരണം ഇനി ഒരു വീട്ടിലെ 2 പേർക്ക് പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ പോലും ആ വീട്ടിൽ പക്ഷേ അവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, അതായത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 4000 രൂപ ഒരു വീട്ടിൽ പെൻഷനായി കിട്ടുന്നു, പക്ഷേ ആ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാൻ കഴിയുന്നില്ല, അവരും അതിദരിദ്രരാണ്. ശ്രീ അനിൽകുമാർ അല്ലേ? അപ്പോൾ ഈ ഇത്തരം വാദങ്ങൾ, ആദ്യം പറഞ്ഞു കേന്ദ്രത്തിന്റെ മറ്റേ മഞ്ഞക്കാട് 5,90,000, അപ്പോഴാണ് നമ്മൾ നീതി ആയോഗ് പറയുന്നു അതല്ല, വേൾഡ് ബാങ്കിന്റെ ഡേറ്റയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ 2 പേർക്കും പെൻഷൻ ഉണ്ട്, ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുന്നില്ല. ഈ കണക്കിൽ അവരും അതിദരിദ്രരുടെ പട്ടികയിൽ, അങ്ങനെയല്ലേ ശ്രീ അനിൽകുമാർ? ശിശുമരണ നിരക്ക് എങ്ങനെയാണ് കുറയുന്നത്? പ്രസവത്തിന് എല്ലാവരും ആശുപത്രി പോകണം. അപ്പോൾ പ്രസവത്തിന് ആശുപത്രി പോകാതെ ഇന്നും പ്രസവങ്ങൾ നടക്കുന്നുണ്ട്. മലപ്പുറത്ത് 2 കൊല്ലം മുമ്പ് ഒരാളെ കണ്ടുപിടിച്ചു. ഇടുക്കിയിൽ കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരാളെ കണ്ടുപിടിച്ചു. എല്ലാവരും ഒരു കുട്ടിയുടെ അല്ല ഒരു അമ്മയുടെ പ്രസവത്തിന് ആശുപത്രി പോകണം എന്ന് വാശി പിടിക്കുമ്പോൾ സ്വാഭാവികമായും ചികിത്സ വേണ്ടേ, ചെലവ് വേണ്ടേ? ആരോഗ്യം എന്ന് പറയുന്നത് ഒരു ഘടകമാണ്. നമ്മൾ ആശുപത്രി നന്നാക്കുന്നതും സൗജന്യമായിട്ട് മരുന്ന് കൊടുക്കുന്നതും ദാരിദ്ര്യ വിമുക്തതയ്ക്ക് വേണ്ടിയുള്ള ഒരു മാർഗമാണ്. ആ ആശുപത്രി സൗജന്യ ചികിത്സ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് പണിക്ക് പോകാൻ പറ്റും. ഇങ്ങനെയാണ് ഈ ഗവൺമെൻറ് കണ്ടിന്യൂറ്റി. 2, കുട്ടികളെ പഠിപ്പിക്കാൻ. കേരളത്തിൽ ഏതെങ്കിലും വീട്ടിൽ കുട്ടികളെ പഠിപ്പിക്കാൻ എൻ്റെ പണമില്ലെങ്കിൽ ഞാൻ സർക്കാർ സ്കൂളിലേക്ക് വിട്ടാൽ മതി. അവിടുന്ന് അരി ഇങ്ങോട്ട് കിട്ടും, അവിടെ ഭക്ഷണം കിട്ടും, അംഗനവാടി പോയാൽ അവിടെ പൊട്ടയും പാലും കിട്ടും, ബിരിയാണിയും കിട്ടും. നമ്മുടെ കേരളത്തിനകത്ത് -2 മുതൽ +2 വരെ ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിന് ആരും പുറത്തു പോകുന്നില്ല, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ നിന്ന് ആരും പുറത്തു പോകുന്നില്ല. പിന്നെന്താ വേണ്ടത്? അതുക്കും മേലെയാണ് കേരളത്തിലെ ഇടതുപക്ഷം, കമ്മ്യൂണിസ്റ്റുകാർ പോരാടി നേടിക്കൊണ്ടിരിക്കുന്ന ഈ ഉയർന്ന കൂലി. അത് വാങ്ങിയെടുക്കാൻ ശേഷിയില്ലാത്തൊരിപ്പോഴും ഉണ്ടാവും, താഴെ തലങ്ങളിലുണ്ടാവും. ശരിയാണ്. അവർക്ക് വേണ്ടി എന്ത് വേണം? നിങ്ങൾ 60 വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ പിടിച്ചു. ഇനി അതല്ല, വേറൊരു വരുമാനമില്ല, ഒരു 35,000 രൂപ വെച്ച് 35 വയസ്സ് കഴിഞ്ഞാൽ ഒരു വീട്ടമ്മയ്ക്ക് അത് പിടിച്ചോ. നിങ്ങളുടെ വീട്ടിലൊരു കുട്ടി പഠിച്ചു, ശരി, അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്കൊരു ജോലി കിട്ടണം. ശരി, ജോലി കിട്ടുന്നവരെ ഒരു നൈപുണ്യ കോഴ്സ് പഠിക്കണം, 1,000 രൂപ പിടിച്ചു. നമ്മളൊരു സിസ്റ്റത്തെ, ഒരു സമൂഹത്തിനെ എങ്ങനെ വികസിപ്പിക്കാം? ഇത് മുഖ്യമന്ത്രി മിനിയാന്ന് ഏതോ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രഖ്യാപിച്ചൊരു പദ്ധതിയല്ലത്, പരിപാടിയല്ലത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നൊരു പരിപാടി 1-ാം തീയതി പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രഖ്യാപിക്കുന്ന കൂടെ നിരവധി പ്രഖ്യാപനങ്ങൾ കൂടെ വന്നു. ആ പ്രഖ്യാപനങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഇനി ആരും അതിദാരിദ്ര്യത്തിലേക്ക് മടങ്ങിപ്പോകരുത്. അതാണ് 1-ാമത്തെ പോയിന്റ്. അതിനത് ഇത്രത്തോളം ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഇൻഷുറൻസ് വേണോ? ഉദാഹരണമായിട്ട് ഞാൻ ഇപ്പോൾ കോട്ടയത്താണല്ലോ, അങ്ങയുടെ ജില്ലയാണ്. മീനടം പഞ്ചായത്തുണ്ട്, ഉമ്മൻചാണ്ടി സാറിൻ്റെ മണ്ഡലമാണ്. മീനടം പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ UDF പഞ്ചായത്താണ്, കോൺഗ്രസ് പഞ്ചായത്താണ്. ഞാൻ അവരുടെ ഇത്തവണത്തെ അവരുടെ വികസന നേട്ടങ്ങൾ ഒരു പുസ്തകം ഞാൻ കണ്ടു. അതിൻ്റെ 12-ാം പേജിൽ അവർ എഴുതിയിരിക്കുന്നു, ഈ ഗവൺമെൻറ് കൊണ്ടുവന്ന അതിദാരിദ്ര്യമുക്ത
പദ്ധതിയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ പഞ്ചായത്തിൽ ആകെ ഞങ്ങൾ 12 ആളെ കണ്ടെത്തിയിട്ടുള്ളൂ. ആ 12 ആളുകളെയും ഞങ്ങൾ പഞ്ചായത്ത് ദത്തെടുത്ത് അതിൻ്റെതായ വിവിധ പദ്ധതികളുടെ ഭാഗമായി ഈ പ്ലാനിൽ ഉൾപ്പെടുത്തി അവരെ ദാരിദ്ര്യമുക്തരാക്കി. ഇപ്പോഴല്ല കേട്ടോ, ഒരു 5-6 മാസം മുമ്പത്തെ അവരുടെ സാധനമാണ്. ആലോചിച്ച് നോക്കൂ. ഇനി മീനടം പഞ്ചായത്തിൽ ദരിദ്രരുണ്ടോ? ഉണ്ടെന്നടുത്ത പഞ്ചായത്ത് പറഞ്ഞ സമയത്ത് പറയട്ടെ, ഇല്ല എന്ന് ഞാൻ പറയണോ? എവിടെങ്കിലും ഉണ്ടാകും നോക്കാമെന്ന് പറഞ്ഞാൽ പദ്ധതി പരാജയപ്പെട്ടോ? മീനടം പഞ്ചായത്തുകാർ പറയണേ ഇപ്പോൾ ആരുമില്ല, ശരി. ഇനി അവിടെ ആരെങ്കിലും ഉണ്ടാകാൻ കണ്ടെത്തിയ ഉടനെ പഞ്ചായത്തുകാർ പരാജയപ്പെട്ടോ? അല്ല. അവിടെ ആരെങ്കിലും ആ നിലയ്ക്ക് ഇനിയും ശ്രദ്ധിക്കപ്പെടാതുണ്ടോ, അല്ല പുതുതായിട്ട് ആരെങ്കിലും ദാരിദ്ര്യാവസ്ഥയിലായിട്ടുണ്ടോ, അത് പരിശോധിക്കണം. ഇപ്പം നടന്നത് 2022 പൂർത്തിയായൊരു പരിശോധനയാണ്. ഒരു ഘട്ടം അത് പൂർത്തിയാക്കി 64,006 കുടുംബങ്ങളെ നമ്മളൊരു കരക്കെത്തിച്ചു. അവരെ കരക്കെത്തിച്ചത് കൊണ്ട് അവളിപ്പോൾ കരയ്ക്കാണ്, വെള്ളത്തിലല്ല. ഇനി ആരെങ്കിലും വെള്ളത്തിൽ കിടപ്പുണ്ടോ? നോക്കാം. അത് നോക്കാമെന്ന് പറയുന്നത് ജനങ്ങൾക്കെതിരാണോ, കേരളത്തിനെതിരാണോ? ഇത് ലോകം മുഴുവൻ കാണുകയല്ലേ. കേരളത്തിനിത് പറയാനുള്ള ആരോഗ്യമുണ്ടായി. അതിദാരിദ്ര്യ വിമുക്തമായൊരു നാടിനെ മാറ്റാനാകും എന്ന ആത്മവിശ്വാസം നിങ്ങളുണ്ടാക്കി. ഇവിടുന്ന് ഞങ്ങൾ അടുത്ത പരിപാടി എന്താണ്? അടുത്ത ഭരണം, അടുത്ത തുടർഭരണത്തിൽ എന്താണ്? അതിദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലുള്ള ആളുകളെ അവിടുന്ന് മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ വരുമാനം ഇരട്ടിക്കണം. എന്ത് വേണം? ഗോവിന്ദൻ മാഷ് പറഞ്ഞ പോലെ പെൻഷൻ 3000 ആക്കി കൊടുക്കാം. അപ്പോൾ ചിലപ്പോൾ കേന്ദ്ര സർക്കാരോട് യുദ്ധം ചെയ്യേണ്ടി വരും, മോദിയോട് വഴക്കുണ്ടാക്കേണ്ടി വരും. മോദിയോട് വഴക്കുണ്ടാക്കുന്നതൊന്നും കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഇപ്പം തന്നെ PM ശ്രീ ഫണ്ട് തന്നോന്നും അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ്സുകാർ MP-മാർ അവിടെ ധർമ്മേന്ദ്ര പ്രധാനിൻ്റെ അടുത്ത് ചെന്നിട്ട് ആഫീസിൽ കിടക്കുകയാണ്, കൊടുക്കരുത് ഫണ്ട്. ഇവർ ഒപ്പിട്ടിട്ടതാ ഇവിടെ തീരുമാനം എടുത്ത് മാറിയിരിക്കുകയാണ്, അതുകൊണ്ട് ഇനി കാശ് കൊടുക്കരുത്. നിങ്ങളങ്ങനെ പറഞ്ഞാലും ഞങ്ങളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, കേരള യുദ്ധം ചെയ്യുകയാണ്. ഞങ്ങൾ യുദ്ധം ചെയ്യുന്ന കേരളത്തിന് വേണ്ടിയാണ്. അവിടെയാണ് നമ്മൾ പറയേണ്ടത്. ഇത്രയേറെ കേന്ദ്ര സർക്കാർ ചവിട്ടി അരച്ചിട്ടും, വയനാട് പോലെ ദുരന്തമുണ്ടായി നമ്മളെ സഹായിക്കാതിരുന്നിട്ടും, പ്രളയമുണ്ടായപ്പോൾ വിദേശ സഹായം സ്വീകരിക്കാൻ അനുവദിക്കാതിരുന്നിട്ടും, വിഴിഞ്ഞത്തിനൊരു വെള്ളി രൂപ തരാതിരുന്നിട്ടും, ദേശീയപാതയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കുത്തിപ്പിടിച്ച് പണം വാങ്ങിയിട്ടും നമ്മുടെ കേരളത്തിൽ നടന്നത് കാണണ്ടേ? ഞാൻ ബഹുമാനപ്പെട്ട വസന്തനോടാണ് ചോദിക്കണത്, ഏതെങ്കിലും സ്കൂൾ നന്നാക്കാൻ ബാക്കിയുണ്ടോ? നിങ്ങൾ അയച്ചോളൂ, നമുക്ക് നോക്കാം. ഞങ്ങൾ അത്ര കോൺഫിഡൻ്റാണ്. നാട്ടിൽ ഏതെങ്കിലും ആശുപത്രി നന്നാക്കാൻ ബാക്കിയുണ്ടോ? UDF സർക്കാരിൻ്റെ കാലത്തെ ആശുപത്രിയിൽ നിന്ന് ഇപ്പം വന്ന മാറ്റം എന്താണ്? ഇനിയും മാറണമല്ലോ. പുതിയ കേരളത്തിൽ ഇതിനേക്കാൾ മികവാർന്ന നിലയ്ക്കുള്ള സൗകര്യങ്ങളോടെ വേണം. പക്ഷേ പണ്ട് പഞ്ഞ് കിട്ടിയിരുന്നില്ല, ഇപ്പം സ്റ്റെൻറ്റ് കിട്ടുന്നില്ല. അത്രയും മാറിയിട്ടുണ്ട്. സ്റ്റെൻറ്റ് കിട്ടുന്നതിൽ കുറവുണ്ടാവോ? നമ്മൾ തിരുത്തുമല്ലോ. അതിന് കാരണം എന്താണ്? കേന്ദ്ര സർക്കാർ ചവിട്ടുന്നതുകൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ വരും. നാളെയും പ്രശ്നം വരില്ല എന്നും ഒരു തരത്തിലും പറയാനാവില്ല. യുദ്ധമാണ്. ആ യുദ്ധത്തിനകത്ത് യുദ്ധരംഗത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആ യുദ്ധത്തിൽ നിങ്ങളില്ല. അതാണ് ഇന്നലെ നിയമസഭയിൽ കണ്ടത്. പ്രതിപക്ഷം ഇറങ്ങിപ്പോയപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ നിന്നാണ് പ്രതിപക്ഷം ഇറങ്ങിപ്പോയത്. ചെയ്തത് ശരിയാണോ? നവകേരള ദിനത്തിൽ കേരളത്തിൽ അങ്ങനെ ചെയ്തത് ശരിയാണോ എന്ന് കോൺഗ്രസ് ആലോചിക്കും. ശരി വസന്ത, അങ്ങനെ ഒരു ആലോചന വേണ്ടതല്ലേ വസന്ത? വിയോജിപ്പുകൾ ഉണ്ടായിരിക്കാം, ചില സമയങ്ങളിൽ മൗനം വിദ്വാനുഭൂഷണം എന്നൊക്കെ പറയുന്നത് പോലെ മിണ്ടാതിരിക്കാമായതൊരു വിഷയമായിരുന്നു ഇത്. അപ്പോൾ ഇതിൽ മറ്റെന്തൊക്കെയോ ആരോപിച്ച് രംഗത്ത് വരുന്നു. സ്വാഭാവികമായും നിങ്ങളോടൊപ്പം നിങ്ങളുടെ നേരെ ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. മാത്രമല്ല വസന്ത ഇതാ ആശ്രയ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു ആദ്യഘട്ടത്തിൽ. ശരിയാണ്, 2002 വന്ന ആന്റണി പ്രഖ്യാപിച്ച ആശ്രയ പദ്ധതി. അപ്പോൾ ഞാൻ അതിന്റെ വിവരശേഖരണം എങ്ങനെയാണെന്നത് പരിശോധിക്കുകയായിരുന്നു. 2016 ഫെബ്രുവരി 16-ാം തീയതി, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലയളവാണല്ലോ. അപ്പോൾ ആ കാലയളവിൽ ഈ ആശ്രയ പദ്ധതിയെക്കുറിച്ച് 2002 ആരംഭിച്ച പദ്ധതിയാണ്. ഇടയ്ക്കൊരു LDF ഗവൺമെന്റ് വന്നു. എന്നിരുന്നാൽ പോലും അതിനെക്കുറിച്ചൊരു ചോദ്യം നിയമസഭയിൽ വരികയാണ്. സഭാ ഡേറ്റയാണ് കേട്ടോ. ബാബു M ശാലിശ്ശേരിയാണ് ചോദിക്കുന്നത്. താഴെ കാണുന്ന ചോദ്യങ്ങൾക്ക് പഞ്ചായത്തും സാമൂഹിക നീതി വകുപ്പ് മന്ത്രിയും മറുപടി നൽകുമല്ലോ. 3 കാറ്റഗറി ഉണ്ട്. A, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആശ്രയ പദ്ധതി പ്രകാരം ഓരോ വർഷവും എത്ര വീടുകൾ നിർമ്മിച്ചു നൽകാൻ സാധിച്ചുവെന്ന് അറിയിക്കാമോ? B, ഈ ഓരോ വർഷവും പദ്ധതിയുടെ നടത്തിപ്പ് ഏജൻസികൾക്ക് എന്ത് തുക വീതം അനുവദിച്ചു എന്നറിയിക്കാമോ? C, ഇവയിൽ ഓരോ വർഷവും എന്ത് തുക വീതം ചെലവഴിക്കപ്പെട്ടു എന്നത് അറിയിക്കാമോ? അപ്പോൾ 3നും കൂടെ ചേർത്ത് ഒരൊറ്റ ഉത്തരമാണ് നൽകാനുള്ളത്. ഉത്തരം വളരെ ലളിതവുമാണ്. വിവരം ശേഖരിച്ചു വരുന്നു. A to C, ഒറ്റ ഉത്തരമേ ഉള്ളൂ. അപ്പോൾ ആ ആളുകളാണ് കൃത്യമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ, കൃത്യമായ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ആളുകളിലേക്ക് എത്തിയ ഒരു പദ്ധതിയെ ഈ നിലയിൽ വിമർശിക്കുന്നത്. രണ്ടുത്തരം. ഒന്ന്, എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാര്യം ഈ ചർച്ചയുടെ തുടക്കത്തിൽ അസിത ഫുൾ വാനിഷ്ഡ് ഔട്ട് എന്ന് വെച്ചാൽ പൂർണ്ണമായും തൂത്തുവാരി ഞങ്ങൾ എല്ലാവരെയും, അതിദരിദ്രരെല്ലാം തൂത്തുവാരി, അതിദാരിദ്ര്യം മുഴുവൻ തൂത്തുവാരി എന്ന് പറഞ്ഞിട്ട് നിന്ന് ഉണ്ടാവാം. അതിൻ്റെ അകത്ത് 1% കീടാനും ഉണ്ടല്ലോ.
അത് എല്ലായിടത്തും കാണുമല്ലോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇടതു പ്രതിനിധിയും അങ്ങുമടക്കം എത്തിയതിനകത്ത് എനിക്ക് വലിയ സന്തോഷം. അതുണ്ടാവാമല്ലോ വസന്ത്, അത് അല്ലെങ്കിൽ പോലും അല്ല, അതുണ്ടെങ്കിൽ പ്രഖ്യാപിക്കാൻ പറ്റില്ല. അതെങ്ങനെയാണ് ഈ ഡേറ്റ പ്രകാരം എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നോക്കൂ, ഈ ചർച്ച കഴിഞ്ഞ് നാളെ നേരെ പുലരുമ്പോൾ എനിക്ക് അല്ല അങ്ങനെയല്ല. ശരി ശരി വസന്ത് പറഞ്ഞു. ഞാൻ അതല്ല ചോദിക്കുന്നത്. ഇപ്പൊ ഇത് കഴിയുന്നു, നാളെ നേരം പുലരുമ്പോൾ എന്റെ ജോലി അങ്ങ് പോകുന്നു, എനിക്ക് ദൈനംദിന ചെലവില്ലാതെ മാർഗമില്ലാതാകുന്നു, എനിക്ക് പട്ടിണി കിടക്കേണ്ടി വരുന്നു, എന്ത് ചെയ്യാൻ പറ്റും? അതിദരിദ്രമായില്ലേ? വസന്ത് പറയൂ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമ്മൾ കൃത്യമായിട്ട് അളന്നെടുക്കാൻ കഴിയുന്നതാണ് എന്നുള്ളതാണ് ചോദ്യം. വസന്ത് പൂർത്തീകരിച്ചോളൂ. ശരി, ഞാൻ അങ്ങയോട് ഏറ്റ സമയമുണ്ട് 9 മണി വരെ ഞാൻ ഇങ്ങനെ ഇല്ല വസന്ത് പറയൂ. ഞാനത് ചോദിച്ചതേ ഉള്ളൂ വസന്ത്. ഇതൊന്നും നമ്മൾ ഈ പറയുന്ന പോലെ ഇങ്ങനെ അളന്നു കുറിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിച്ചു. പറയൂ വസന്ത് പറഞ്ഞു. ലാൽകുമാറും അനിൽകുമാറും കൂടെ സംസാരിക്കും, ഞാൻ കേൾക്കാം. ഏതായാലും 9 മണി വരെ ഞാൻ അങ്ങേക്ക് വേണ്ടി മാറ്റി. ഇതിലിപ്പോൾ വിയോജിപ്പുള്ളത് വസന്തിനാണ്. സ്വാഭാവികമായി നമുക്കുണ്ടാകുന്ന സംശയങ്ങൾ വസന്തിനോടല്ലേ ചോദിക്കാൻ കഴിയും. അല്ല, എന്റെ രണ്ടാമത്തെ പോയിന്റിൽ തോക്കി കയറി വെടി വെക്കരുത്. രണ്ടാമത്തെ വാക്ക് പൂർത്തീകരിക്കണ്ടേ? ഞാൻ പറഞ്ഞത് ആ ഒരാൾ പോലും ഇല്ല എന്ന് പറഞ്ഞെടുത്തു നിന്ന് ഒരാളെങ്കിലും ഉണ്ടാവാം എന്ന് പറയുന്നിടത്തേക്ക് നിങ്ങൾ എത്തിയെങ്കിൽ അത് ഈ ചർച്ചയിൽ എന്റെ കൂടെ വിജയമാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പൊ ലാൽകുമാർ പറഞ്ഞ എന്താണ്, കോൺഗ്രസ് ഗവൺമെന്റുകളുടെ ഇങ്ങനെ ഉണ്ട്, അതിപ്പോ പ്രതിപക്ഷ നേതാവ് നേരിട്ട് വന്ന് പറയണം. അങ്ങനല്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ അവിടെ ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ, ഇല്ലിറ്ററേറ്റ് ആയ ഒരാളെ കാണിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അതുമായി കോടതിയെ സമീപിച്ചാൽ ലാൽകുമാർ ആ പ്രഖ്യാപനം തന്നെ ക്യാൻസൽഡ് ആവും. അതുപോലെയാണ് ഇവിടെയും. അതിപ്പോ നിങ്ങൾ ചോദിക്കും കോടതിയെ സമീപിക്കോ? വെയിറ്റ് ആൻഡ് സി. അതിന്റെ കൂടെ ഉത്തരവാണ് വെയിറ്റ് ആൻഡ് സി. നിങ്ങളുടെ ഈ പ്രഖ്യാപനത്തിൽ അങ്ങനെ അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ നിങ്ങളുടെ അതുകൊണ്ടാണ് ഈ ചർച്ചയുടെ തുടക്കം തൊട്ട് വാട്ട് ഈസ് യുവർ ക്രൈറ്റീരിയ എന്ന് ഞാൻ ചോദിക്കുന്നത്. അതിന് ഉത്തരവില്ല. അതിന് പല കാടും പടത്തും തള്ളിയിട്ട് കാര്യമില്ല. ആ ക്രൈറ്റീരിയ എന്നതാണെന്ന് നിങ്ങൾ പറയണം. ആ ക്രൈറ്റീരിയക്ക് വെളിയിലുള്ളവർ, ആ ക്രൈറ്റീരിയ അനുസരിക്കാൻ പറ്റാത്തവർ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങളുടെ സംസ്ഥാന സർക്കാരിന്റെ ഈ പ്രഖ്യാപനം ക്യാൻസൽ ചെയ്യാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് ജുറിസ്ഡിക്ഷൻ ഉണ്ട്. അത് മനസ്സിലാക്കിക്കോ. ഇനി രണ്ടാമതൊരു കാര്യം, 2022 എടുത്ത കണക്കാണ് എന്നാണ് അനിൽകുമാർ പറഞ്ഞത്. അങ്ങ് 2002 ആന്റണി ഗവൺമെന്റിന്റെ കാലത്തെ ആശ്രയ പദ്ധതിയെ പറ്റിയും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, നിങ്ങളുടെ മന്ത്രി GR അനിൽ ഭക്ഷ്യവകുപ്പിന്റെ വകുപ്പ് മന്ത്രിയാണ്. 2022 ശേഷമാണ് കഴിഞ്ഞ വർഷം കേരളത്തിന്റെ നിയമസഭയിൽ അതിദരിദ്രരുടെ കണക്കുമായി ബന്ധപ്പെട്ടൊരു ഒരു ഡേറ്റ പങ്കുവെച്ചിട്ടുണ്ട്. ഞാൻ അതാണ് പറഞ്ഞത് വസന്ത്. ഇനി വസന്തിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിക്കുന്നില്ല വസന്ത്. വസന്തിനെ പോലൊരാളിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിക്കുന്നില്ല. അത് മഞ്ഞക്കാട് കണക്കാണ് വസന്തേ. 3 മാസം കൊണ്ട് നിങ്ങൾക്ക് ഇല്ലെന്നാക്കാൻ പറ്റുമോ? റേഷൻ ഉടമകളുടെ കണക്കാണ്. അതാണല്ലോ ഈ സോ കോൾഡ് അതിദാരിദ്ര്യം. നീതി ആയോഗിന്റെ കണക്കിൽ പോലും 0.48 ഉള്ളൂ. അത് 1,00,000 സംതിങ് ആളുകളെ ഉള്ളൂ. അവരെ കൂടെ ഫിൽ ഔട്ട് ചെയ്യാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് കേരളം അതിദരിദ്ര വിമുക്തം എന്ന് പറഞ്ഞാൽ 1% ഉണ്ട് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ല, മഞ്ഞക്കാടുള്ള ആൾക്ക് റേഷൻ കടയിൽ പോയാൽ സാധനം കിട്ടില്ലേ? ഇനി കിട്ടില്ല. നിങ്ങൾ പ്രഖ്യാപിച്ചോടുകൂടി ഇനി കിട്ടില്ല. കേന്ദ്രം ആ പണി കൊടുക്കും. നിങ്ങൾ കണ്ടോ അവന്മാരുടെ മെയിൻ പരിപാടി പാവപ്പെട്ടവന്റെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുക എന്നതായതുകൊണ്ട് നിങ്ങൾ അതിന് വടി കൊടുത്തു. ആ വടി വ്യക്തികുമാർ അടിക്കും. കണ്ടോ? ശരി ഓക്കെ. ശ്രീ അനിൽകുമാർ, അടി വരികയാണ്. അത് കൊള്ളാൻ തയ്യാറാണോ? എന്നിട്ടാണോ ഈ പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചത്? അല്ല, കേരളം വളർന്നാൽ കേരളത്തിന് കേന്ദ്രം പണം തരില്ല എന്നുള്ളതാണ് BJPയുടെ വാദം. അത് തന്നെ കോൺഗ്രസ് ഏറ്റു പറയുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം രണ്ടു കൂട്ടരും ഒരുപോലെയാണെന്നുള്ളതാണല്ലോ വ്യക്തമാകുന്നത്. ഇവിടെ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്താണ്, ദരിദ്രർ എന്ന് പറയുന്ന ഈ IAY പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡത്തിൽ പെടുന്നവർ അവിടെ കിടക്കും. ആ മാനദണ്ഡം മാറ്റുന്നവർ അതവിടെ കിടക്കും. ഇതെന്താണ് പ്രശ്നം? ഇത് അതിനേക്കാൾ ക്ലേശ ഘടകങ്ങളുള്ളവരാണ്. അതിൽ 4 പ്രധാനപ്പെട്ട ഫോക്കസ് പോയിൻ്റാണ് പറഞ്ഞത്. ഒന്ന്, ആരോഗ്യാവസ്ഥ ഇല്ലാത്തതുകൊണ്ട്, അതിൻ്റെ പരിമിതി കൊണ്ട് ദൈനംദിന ജീവിതത്തിൽ ബുദ്ധിമുട്ടുക, എന്നാൽ അവർക്ക് വേറെ വരുമാനമില്ല. അപ്പോൾ എന്ത് വേണം? ആ ആരോഗ്യാവസ്ഥ മാറ്റിക്കൊടുത്താൽ അവരുടെ അതിദാരിദ്ര്യം മാറി. രോഗാവസ്ഥ മാറ്റി കൊടുക്കണം. ഇവിടെ കുറേ പേർക്ക് അവയവമാറ്റ ചികിത്സ ചെയ്ത് കൊടുത്തു. കുറേ പേർക്ക് തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നു. അതിൻ്റെ കണക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. രണ്ടാമത് ചെയ്യുന്നത്, കുറേ പേർക്ക് വീടും സ്ഥലവും ഇല്ല. 28 ഏക്കർ സ്ഥലം മനസ്സുകൊടുത്തിന് മണ്ണ് പദ്ധതിയിലുണ്ടാക്കി അവർക്കെല്ലാം വീട് വെച്ച് കൊടുത്തു. 5422 വീട് വേറെ വെച്ച് കൊടുത്തു. വേറെ കുറേ പേർക്ക് വീട് നന്നാക്കാൻ മാർഗ്ഗമില്ല. അവർക്കൊരു 2 ലക്ഷം രൂപ വെച്ച് കൊടുത്ത് വീടങ്ങ് നന്നാക്കി കൊടുത്തു. ഇങ്ങനെ വിവിധ ഘടകങ്ങളുണ്ട്. കുറേ സ്ഥലത്ത് ഭക്ഷണമേ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അവർക്ക് കുടുംബശ്രീ ഹോട്ടലുകാരോട് പറഞ്ഞ് ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ പണം കുടുംബശ്രീയിൽ നിന്ന് കൊടുക്കുന്നു. വേറെ കുറേ ആളുകൾക്ക് ഷെൽട്ടർ വേണം. അപ്പോൾ അവരെ ഷെൽട്ടർ ഇപ്പോൾ താമസിപ്പിച്ചിരിക്കുകയാണ്. അവർ ഷെൽട്ടറിൽ താമസിക്കുന്നുള്ളത് കൊണ്ട് അവരുടെ ആരോഗ്യാവസ്ഥ എന്ന് പറയുന്ന ദാരിദ്ര്യാവസ്ഥ എന്ന് പറയുന്നത് ഷെൽട്ടർ താമസം കൊണ്ട് മാറിയിരിക്കുകയാണ്. ഇതിൽ പറയുന്ന പല ആളുകളും ഒറ്റ സിംഗിളാണ്. ഒരു കുടുംബത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്താ വേണ്ടത്?
നിങ്ങൾ തെരുവിൽ ഒരാളെ കണ്ടോ? ഷെൽട്ടറിലേക്ക് കൊണ്ടുപോളൂ. നിങ്ങൾ ഏതെങ്കിലും ഒരാളെ ഏതെങ്കിലും തരത്തിൽ ദരിദ്രാവസ്ഥയിൽ കണ്ടോ? നമ്മൾ നല്ല സമരിയാക്കാരനെ പറയല്ലേ, ബൈബിൾ പറയല്ലേ, നല്ല സമരിയാക്കാരനെ പോലെ അവരെ തേടിയെത്തി അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും. നമ്മുടെ പഞ്ചായത്തുകൾക്ക്, നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അതിന് പദ്ധതി ഉണ്ടാക്കാം, മൈക്രോ പ്ലാൻ ഉണ്ടാക്കാം. ഇപ്പോൾ അതാ നീലടം പഞ്ചായത്തിൽ ആരുമില്ല എന്ന് പറഞ്ഞു, ഒരാളെ കണ്ടെത്തിയാൽ ഒരു മൈക്രോ പ്ലാൻ ഉണ്ടാക്കും. പ്ലാൻ ഉണ്ടാക്കിയിട്ട് അവർക്ക് ഷെൽട്ടർ കൊടുക്കും. ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നമ്മളതുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ നല്ല വ്യക്തതയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഒരു അടിസ്ഥാനം ഉണ്ടാക്കിയിരിക്കുന്നു, ഇതിന് തുടർച്ചയുണ്ടോ? അതാണ് ചോദ്യം. ഈ തുടർച്ചയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് തുടർച്ച ഉണ്ടാവില്ല എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ഉത്തരം. 2, നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും പദ്ധതി ഇന്ത്യയിലെ ഏതെങ്കിലും സ്റ്റേറ്റിലുണ്ടോ? ഇല്ല. മൂന്നാമത്തെ കാര്യം, നിങ്ങളിപ്പോൾ ആവർത്തിച്ച് പറയുന്ന അതിദാരിദ്ര്യമുള്ളൊരു കൂട്ടരുണ്ടല്ലോ, ആ കാർഡുള്ളവർ, മഞ്ഞ കാർഡ്, പിങ്ക് കാർഡൊക്കെ ഉണ്ട്, അവരുടെ വരുമാനം ഇരട്ടിപ്പിക്കാൻ എന്തെങ്കിലും പദ്ധതി കോൺഗ്രസിനുണ്ടോ? നിങ്ങൾക്ക് പദ്ധതിയില്ല. സ്കൂൾ നന്നാക്കാൻ പദ്ധതിയുണ്ടോ? അത് ഒട്ടുമില്ല. ആശുപത്രി നന്നാക്കാനോ ഒരു പദ്ധതിയില്ല. നിങ്ങൾക്കിനി എന്താ ഉള്ളത്? ഇതെല്ലാം ഇല്ലാതാക്കും എന്നല്ലേ പറയണത്. ഇല്ലാണ്ട് ഏതെങ്കിലും നിർമ്മിക്കും, ഏതെങ്കിലും ഉണ്ടാക്കും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? എന്താ നിങ്ങൾ കേരളത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കേരളം തകർന്നു, നമ്മുടെ ഖജനാവിൽ പൂച്ച പറ്റ് കിടക്കുകയാണ്, കേരളത്തിലൊന്നും നടക്കുന്നില്ല. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അഭിമാനത്തോടെ പറയാം, ഈ 10 കൊല്ലക്കാലം എന്തു നടന്നു എന്ന ആളുകൾക്ക് ബോധ്യമുണ്ട്. അതിൻ്റെ ഭാഗമായി നീതി ആയോഗ് തന്നെ പറയുന്നുണ്ട്, ഈ കേരളം എന്ന് പറയുന്നത് മാതൃമരണ നിരക്ക് കുറച്ചിരിക്കുന്നു, അതുപോലെ തന്നെ കുട്ടികളുടെ മരണനിരക്ക് കുറച്ചിരിക്കുന്നു, ആയുർദൈർഘ്യം കൂട്ടിയിരിക്കുന്നു. ക്വാളിറ്റി ഓഫ് ലൈഫ് ഏറ്റവും പുതിയ പോയിൻ്റാണ്. ഉത്തരേന്ത്യയിലെ മനുഷ്യജീവിതത്തിൻ്റെ ഒരു ജീവിത രീതിയുണ്ട്. മനുഷ്യന് 2 ജീവിതമുണ്ട്, മൃഗജീവിതമുണ്ട്, മനുഷ്യജീവിതമുണ്ട്. ആ രണ്ടാമത്തെ ജീവിതമുണ്ട്, മൃഗജീവിതത്തിൽ നിന്ന് മനുഷ്യജീവിതത്തിലേക്കുള്ള യാത്രയിൽ കേരളം എന്ന് പറയുന്നത് പല സ്റ്റേറ്റുകളെക്കാളും 6 ഇരട്ടി ക്വാളിറ്റി ഓഫ് ലൈഫാണ് കേരളത്തിൽ. ക്വാളിറ്റി ഓഫ് ലൈഫ്, ഓരോ മലയാളിയുടെയും ജീവിതത്തെ ഗുണനിലവാര വർദ്ധിതമാക്കുക, ഇതാണ് അടുത്ത ഗവൺമെൻറ് പദ്ധതി. അത് ഞങ്ങൾ തയ്യാറായിരിക്കുകയാണ്. മിഷൻ 2031 ദാറ്റ് ഈസ് ഓൺ ലോഡഡ്, ദാറ്റ് ഈസ് ഓൺ ഗോയിങ് ഓൺ. ഇപ്പോൾ പി രാജീവ് വ്യവസായ വകുപ്പിൽ 2031 കേരളം അങ്ങ് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഒരു 3D വിഷൻ 4D വിഷൻ ഇപ്പൊ നമ്മുടെ മുന്നിൽ വന്ന് കിടക്കണം. നമ്മൾ ആ കാഴ്ചപ്പാട് മുന്നോട്ട് പോകണം. അപ്പൊ അവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാളുണ്ട്, നിങ്ങൾ പറഞ്ഞാൽ ഉണ്ടെന്ന്. ആൺകുട്ടികളുടെ സർക്കാർ എന്നൊരു പ്രഖ്യാപനം ഇന്ന് KC വേണുഗോപാൽ നടത്തിയിട്ടുണ്ട്. വരാൻ പോകുന്ന UDF സർക്കാരാണ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് UDF-നെ പഠിപ്പിക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. എന്നാൽ പോലും നോക്കൂ, അങ്ങനെ ഒരു സർക്കാർ വന്നാൽ ഈ പദ്ധതി നിങ്ങൾ എങ്ങനെ തുടരും? നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ പറയുന്ന പദ്ധതിക്ക് പോലും അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെയും നായനാർ ഗവൺമെന്റിന്റെയും EMS ഗവൺമെന്റിന്റെയും പങ്കുണ്ട് എന്ന് അംഗീകരിക്കാൻ യാതൊരുവിധ മടിയുള്ളവരല്ല. പക്ഷെ നിങ്ങൾ അത് അംഗീകരിക്കുന്നില്ല. നിങ്ങൾ അത് പിണറായി വിജയന്റെ മാത്രമാണ്. ഈ പദ്ധതിയിൽ ഇനി പൂർത്തിയായാൽ, നാളെ അത് UDF ഗവൺമെന്റ് വന്ന് പൂർത്തിയാക്കിയാൽ പോലും അതിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന് മാത്രമാണ് പങ്ക്, അല്ലെങ്കിൽ നാളുകളിൽ വരാൻ പോകുന്ന UDF ഗവൺമെന്റിന് മാത്രമാണ് പങ്ക് എന്ന് മേനിയടിച്ച് ഞാൻ വിളിക്കുന്നത് വിമൽകുമാറാണ് എന്ന് പറയുന്ന കൂട്ടരല്ല UDF. അതുകൊണ്ട് നിങ്ങൾ അതിനെ ഓർത്ത് ഭയപ്പെടേണ്ട. നാളെ ശങ്കറിന്റെ കാലം തൊട്ട് ഇന്ന് വരെ ഈ കേരളത്തെ കൈപിടിച്ച് നടത്താൻ ഞങ്ങൾക്കറിയാമെങ്കിൽ ഈ പദ്ധതി എന്നല്ല, കേരളത്തിന്റെ അതിദാരിദ്ര്യ വിമുക്തം മാത്രമല്ല ദാരിദ്ര്യ വിമുക്തമാക്കി മുമ്പോട്ട് കൊണ്ടുപോകാനും ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾ കയ്യൊപ്പ് ചാർത്തിയ പദ്ധതികൾ ഈ കേരളത്തിൽ നാട്ടുകാർക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാവുന്നത് പോലെ ദൃശ്യമാവുന്ന രീതിയിൽ വ്യക്തമായുണ്ട്. അത് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവുന്നുമുണ്ട്, അവർക്ക് വ്യക്തമായി ചിന്തിക്കാൻ സാധിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇല്ലാത്തവർ കണ്ണും പൂട്ടി ഇപ്പോൾ ഇരിക്കുന്ന പോലെ അതേപടി തുടർന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. ശ്രീ അനിൽകുമാർ, അപ്പോൾ അവർ കൊണ്ടുവന്നൊരു പദ്ധതിയായിരുന്നു ആശ്രയ. അതിന്റെ കണക്ക് പോലും 2016 ഇറങ്ങുന്ന സമയത്ത് ഇല്ലാത്ത ആളുകൾ ആ പദ്ധതിയൊക്കെ തുടർന്ന് ദാരിദ്ര്യം പോലും ഇല്ലാതാക്കുമെന്ന് പറയുന്നു. 1 മിനിറ്റ്. 2019 വിമോചന സമരം കൊണ്ടുവന്ന് EMS സർക്കാരിനെ പിരിച്ചുവിട്ടവർ എന്തായാലും EMS സർക്കാരിൻ്റെ കൂടി സംഭാവനയാണ് ഇന്നത്തെ കേരളം എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നീട് അതിൻ്റെ തുടർച്ച നമ്മൾ നോക്കൂ, എന്തെല്ലാമാണ് കേരളത്തിലുണ്ടായത്. ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ നിങ്ങൾ ഏതൊക്കെ മിഷനെ പിരിച്ചുവിടുമെന്ന് പറയുന്നത്, ആർദ്രം പിരിച്ചുവിടും, പൊതുവിദ്യാഭ്യാസ സംരക്ഷണം പിരിച്ചുവിടും, ലൈഫ് മിഷൻ പിരിച്ചുവിടും. പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞു 4,60,000 വീട് വെച്ചു. അത്രയല്ല, 5,60,000 കരാറായി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 6 ലക്ഷത്തിലേക്ക് ഇപ്പോൾ എത്തും. പക്ഷേ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് 4,60,000 വീട് വെച്ചെന്ന് പറഞ്ഞപ്പോൾ എന്താ നിങ്ങൾ പറഞ്ഞത്? പിരിച്ചുവിടും എന്ന് പറഞ്ഞാൽ അവർക്ക് വീടില്ലാതാക്കുമെന്നാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്ന് ഇതെല്ലാം പിരിച്ചുവിടുമെന്ന് പറയുന്നവർ അവസാനം എന്താ, വയനാട്ടിലെ തുരങ്കപാത പോലും ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? വയൽക്കിളി സമരം VS സുധീരൻ പോയി ഉദ്ഘാടനം ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഗെയിൽ പൈപ്പിൽ ഉദ്ഘാടനത്തിന് ആരൊക്കെയാണ് പോയത്? വിഴിഞ്ഞത്ത് വിമോചന സമരം പ്രഖ്യാപിച്ചു സുധാകരൻ, KP CC പ്രസിഡന്റ്. എന്നിട്ട് ഇതിൻ്റെ എല്ലാം പിന്തുണ വേണോ?
വിമോചന സമരം. വിഴിഞ്ഞം വരാതിരിക്കാൻ വിമോചന സമരം. 5-ാം തീയതി വീണ്ടും 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്, കല്ലിടാൻ പോവാണ്. നിങ്ങൾ വരണം, വിമോചന സമരമായിട്ട് കൊണ്ട് വന്നേര്. കേരളം നിങ്ങളെ വീണ്ടും മനസ്സിലാക്കും. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ അറ്റത്തൊന്നും പിടിക്കണ്ട. നിങ്ങളില്ല, നിയമസഭയിൽ നിന്ന് ഓടിപ്പോയ പോലെ നിങ്ങൾ ഇതിനൊന്നും ഇല്ല. അത് ജനങ്ങൾ മനസ്സിലാക്കും. ഉദ്ഘാടിക്കുന്നു സമരം. പി രാജീവ് കണ്ടോ, കാണൂ. സമരത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. വസന്ത ദയവായി ഞാൻ പറയട്ടെ, മറ്റൊരു വിഷയത്തിലേക്ക് വരാൻ സമയമില്ല. ഞാൻ പറയട്ടെ പ്ലീസ്. വസന്ത കാണിച്ചത് കണ്ടു. അവസാനിപ്പിക്കും. അല്ല, ഇവിടെ നോക്കൂ, കണക്കുകളെ സർക്കാർ എന്ത് കണക്ക് വെച്ചാലും കണക്കിലെ തോപ്പിക്കാനുള്ളൊരു വസന്ത ഇങ്ങനെ ഇടപെടാതെ. വസന്ത ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു തീർക്കാം. എനിക്കൊരു സ്ട്രെച്ച് കിട്ടിയല്ലേ. ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസ് സർക്കാർ എന്ത് കണക്ക് വെച്ചാലും ആ കണക്കിനെ തോപ്പിക്കാൻ ഉള്ള ഒരു ടെൻഡൻസി കോൺഗ്രസ് പാർട്ടിക്ക് എപ്പോഴും ഉണ്ട്. അതിലൊന്ന്, ഇപ്പം നമുക്ക് ഇൻഫൻറ്റ് മോർട്ടാലിറ്റിയെക്കുറിച്ച് പറഞ്ഞു, വലിയ രീതിയിൽ പറഞ്ഞു, നമ്മൾ കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനെ കൂട്ടാൻ ഉള്ള ശ്രമം എന്ത് നടത്തുമെന്ന് എനിക്കറിയത്തില്ല. കാര്യം ഫീറ്റസൈഡ് ഗർഭസ്ഥയിൽ തന്നെ പലതും ഇപ്പോൾ അലസുകയാണ്. അപ്പോൾ വെളി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നൊന്നും അറിയത്തില്ല. കാര്യം MLA നേതൃത്വത്തിൽ തന്നെയാണ് പല കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ കണക്കുകളെ ഫീറ്റസൈഡ് നടക്കാൻ പാടില്ല, ഇൻഫൻറ്റ് നടക്കാൻ പാടില്ല. പക്ഷേ ഇതെല്ലാം പൊളിക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് കണക്ക് തോപ്പിക്കാനായിട്ട് ഒരുപാട് പണി ഇവിടെ നടത്തുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു, എല്ലാ തരത്തിലും. ഞാൻ നിർത്തി. ശരി. ഓക്കെ, വളരെ നന്ദി. ചർച്ചയിൽ ചേർന്ന 3 പേർക്കും ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു.